ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. കണ്ണുകളടച്ച് തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾക്ക് തന്നെ കൊടുക്കാം. ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഈശോ നമ്മളെ വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണിച്ച് തൻ്റെ കരുണ നമ്മളോട് പ്രകടമാക്കുന്ന ഈ ദിവസത്തെക്കുറിച്ച് ഓർത്തും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സമർപ്പിച്ചേ, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി സമർപ്പിച്ചേ. ഇന്ന് ദിവസം തിരിച്ച് നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു വാർത്ത കേൾക്കുവാൻ ദൈവമേ നീ ഞങ്ങളുടെ കാതുകൾക്ക് ഇട നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭദ്രാസനന്മാരായ മാലാഖമാരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഭദ്രാസനന്മാരായ മാലാഖമാരാണ് നമ്മൾക്ക് ദൈവിക സ്വരം ശ്രവിപ്പിക്കുന്നത്. ദൈവിക സ്വരം നമ്മളെ കേൾപ്പിക്കുന്നത് ഭദ്രാസനന്മാരായ മാലാഖമാരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പുതിയ ദൈവത്തിൻ്റെ അരുളപ്പാടെന്നോണം സന്തോഷത്തിൻ്റെ ഒരു വാർത്ത കേൾക്കുവാൻ ഭദ്രാസനന്മാരായ മാലാഖമാരെ ഞങ്ങളുടെ കാതുകളെ ഒരുക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിച്ചേയും. തിരിച്ചു ചെല്ലുമ്പോൾ നമ്മളെ മാറിയിട്ടുള്ളൂ, നമ്മളെ വചനം കേട്ടിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ ആയിരുന്ന അവസ്ഥകളും ജീവിത സാഹചര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ് ആയിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ പ്രതീക്ഷിക്കുന്നത് എന്താണോ അവിടെയെല്ലാം ഇവിടെ നിന്ന് കിട്ടിയ അഭിഷേകം കൊണ്ട് അതിനെയെല്ലാം നമ്മൾക്ക് തരണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. കർത്താവെ, സ്വീകരിച്ച അഭിഷേകത്തെ അതിൻ്റെ എല്ലാ അവസ്ഥകളിലും ഞങ്ങൾ കൊണ്ടു നടക്കുവാൻ, അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ വിശ്വസ്തദാസരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവ്വേശ്വര പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ മറിയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ. ആവേ 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 മരിയ, 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 ആവേ 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 മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം, ഇരിക്കാം. ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിനെ നമുക്ക് നന്ദി പറയാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തോടു കൂടി നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, ഇത് ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം. നമ്മൾ പൂർണ്ണമായും ഈശോയുടേതായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞ ദിവസമാണിന്ന്. നമ്മളിൽ ഇനിയൊരു എന്താ പറയുക, സാത്താൻ്റെ ആധിപത്യം നമ്മളിലേക്ക് കടന്നു വരാൻ നമ്മൾ അനുവാദം കൊടുക്കില്ല. കാരണം എന്താണ് കൃപയെന്നും എന്താണ് പരിശുദ്ധാത്മാവൻ, എന്താണ് കരുണ എന്നെല്ലാം നമ്മൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ കേട്ടു. പ്രിയമുള്ളവർ, ഇനി അങ്ങോട്ട് ലഭിച്ചിരിക്കുന്ന കൃപകളെ അനേകർക്ക് പകർന്നു കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളെ വചനം കൂടിയിട്ടുള്ളൂ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം പഴയപടി തന്നെ ആയിരിക്കുക. നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇതുവരെ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചവരും ചെയ്തവരും, നമ്മളെ ദ്രോഹിച്ചവരും, നമ്മൾക്ക് ദുഷ്ടത ആഗ്രഹിക്കുന്നവരും എതിരായ ജീവിത സാഹചര്യങ്ങളെല്ലാം അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മളെ മാറിയിട്ടുള്ളൂ, നമ്മളെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള തിന്മയുടെ ശക്തികളെ എതിരിട്ട് തോൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ എപ്പോഴും പറയുന്ന ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഈശോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുള്ളൂ. പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതം എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് വേണ്ടി ചെയ്തപ്പോഴെല്ലാം കർത്താവ് മൗനം ഭജിച്ചു. ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാം ഓപ്പണായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈശോയോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് ഈശോയ്ക്കുള്ള വിഹിതം ഒരുക്കി വെച്ച് അവന് കൊടുത്തിട്ടേ ഈശോയോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പാടുള്ളൂ. നമ്മുടെ ആത്മാവാണ് ഈശോയ്ക്കുള്ള വിഹിതം, മറ്റൊന്നും അവന് ആവശ്യമില്ല. നമ്മുടെ ആത്മാവാണ് ഈശോയ്ക്കുള്ള വിഹിതം, നമ്മുടെ ആത്മാവാണ്. അതിനെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുക, അതിനെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, കർത്താവേ, ഈ മൺപാത്രത്തിൽ നീ നിക്ഷേപിച്ച നിധിയായ നിൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തിരിച്ചേൽപ്പിക്കുക. അപ്പന് പുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുണ്ട്. പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ആ ഒരു രീതിയിൽ പറയുവാൻ, അല്ലെങ്കിൽ ഔദ്യോഗികമായി പറയുവാൻ കർത്താവായ യേശുക്രിസ്തുവിനല്ലാതെ ലോകത്ത് മറ്റാർക്കും സാധിക്കില്ല. കാരണം നമ്മൾക്കങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ആത്മാവിനെ ഡയറക്റ്റ് പിതാവിനെ ഏൽപ്പിക്കാനുള്ള പവിത്രതയൊന്നും നമ്മുടെ ആത്മാവിനില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ പാപത്തിലാണ്, പാപപങ്കിലമാണ്. വീണ്ടും ഞാൻ പറയും, നമ്മുടെ പാപം, നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട പാപം, നമ്മളിൽ നിന്ന് പുറത്തു പോയപ്പെട്ട പാപം ഒരിക്കലും നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടില്ല, അകലം പാലിച്ചിട്ടേ ഉള്ളൂ. നമ്മളെപ്പോൾ വീണ്ടും ടെംപ്റ്റഡ് ആകുന്നുവോ ഈ പാപത്തിന് വീണ്ടും തിരിച്ചു വരാനായിട്ട് അതിനറിയാം. നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും നിങ്ങളിവിടെ വെറുതെ ഉപേക്ഷിച്ചു, കുമ്പസാരിച്ച് നീ ചെയ്യില്ല എന്ന് നിങ്ങൾ പറഞ്ഞ പാപം എന്നേക്കുമായിട്ട് നിങ്ങളെ വിട്ടുമാറിയെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അകലം പാലിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അകലം പാലിച്ചിട്ടുണ്ടത്. അത് വരാതിരിക്കില്ല, വീണ്ടും അത് വരും. അതുകൊണ്ട് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സൂക്ഷിക്കാൻ നമ്മളേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ സൂക്ഷിക്കാൻ മറ്റാരുമില്ല. ആർക്കും നമ്മളെ സൂക്ഷിക്കാൻ പറ്റില്ല, ആർക്കും നമ്മളെ കെയർ ചെയ്യാനും പറ്റില്ല. നിങ്ങളെ കെയർ ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കാവൽ മാലാഖയോട് നിങ്ങൾ അപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം ഞാൻ നേരത്തെ എടുത്തതാണ്, പക്ഷേ വീണ്ടും ഈശോ ഇത് തന്നെയാണ് ഈ സമൂഹത്തിന് തരുന്നത്, പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, മത്തായി 16-ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗമാണിത്. കാരണം പത്രോസ് വിജാതീയ പട്ടണമാകുന്ന കേസറിയ ഫിലിപ്പിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ജീവിക്കുന്ന ദൈവമെന്ന് പ്രഖ്യാപിച്ചു. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഉണ്ടെന്ന് പറയുന്നതല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളത് പ്രഖ്യാപിക്കും. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ വിശ്വാസമില്ല. നേരെ മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നു പറയുന്നതാണ് പ്രഖ്യാപനം. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് ഒന്നൊരിക്കലും പറയരുത്. അതെനിക്ക് ഭാര്യയിൽ വിശ്വാസമുണ്ട്, ഭർത്താവിൽ വിശ്വാസമുണ്ട്, ജോലിയിൽ വിശ്വാസമുണ്ട്, സമ്പത്തിൽ വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം ഈ വിശ്വാസത്തോളം തരം താഴ്ത്തപ്പെടും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നേറ്റു പറയാൻ നമുക്ക് പറയാവുന്നത് കർത്താവായ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അവനിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതിലെല്ലാം എനിക്ക് വിശ്വാസമുണ്ട് എന്നേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായി കൊണ്ടുവരുവാൻ സാത്താൻ അറിയാം. ബാക്കിയുള്ളതിനെയെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് വിപരീത ദിശയിലേക്ക് ഡയറക്റ്റ് ചെയ്യുവാൻ സാത്താൻ അറിയാം.
കാരണം നമ്മളെ കൊണ്ട് അവൻ പാപം ചെയ്യിപ്പിക്കും. അതുകൊണ്ട് പത്രോസ് ഇവിടെ വിശ്വാസ പ്രഖ്യാപനമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരൊറ്റ വിശ്വാസ പ്രഖ്യാപനത്തിലാണ് അവൻ പ്രഥമ പാപ്പായായിട്ട് മാറ്റപ്പെടുന്നത്. ഈ വിശ്വാസ പ്രഖ്യാപനവും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപുള്ള സമയത്ത് ഈശോ പറയുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെയും ഈശോ പറയുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കളിമണ്ണെന്നാണ്. അതിനെയാണ് ദൈവം പാറയാക്കുന്നത്. അപ്പോൾ യോന എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ അപ്പൻ്റെ പേര് കൂട്ടിയേ ദൈവം നമ്മളെ വിളിക്കുകയുള്ളൂ. കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ ഇറങ്ങിയാൽ അപ്പൻ്റെ പേര് കൂട്ടി, അതായത് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് കർത്താവിൻ്റെ വേലയിൽ മാത്രമാണ്. അങ്ങനെ നമ്മളെ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുമ്പോൾ അതേത് ശുശ്രൂഷയാണെങ്കിലും, ഗാന ശുശ്രൂഷയാണെങ്കിലും, കൗൺസിലിംഗ് ആണെങ്കിലും, വചനപ്രഘോഷണമാണെങ്കിലും, കുറച്ച് പേരൊന്ന് ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാൻ നമ്മളെടുക്കുന്നൊരു തീരുമാനമാണെങ്കിലും അത് കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെയാണ്. മൈക്ക് കിട്ടിയിട്ട് വേണ്ട പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മളങ്ങനെ ദൈവത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഈശോ നമ്മളെ വിളിക്കുന്നത് അപ്പൻ്റെ പേരുകൂട്ടിയാണ്. കാരണം കൃപ നൽകപ്പെട്ടിട്ടുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകപ്പെട്ടിട്ടുണ്ടോ, തലമുറകളിലേക്ക് അതിൻ്റെ വിഹിതം പോയിട്ടുണ്ട്. ഹല്ലേലൂയ. വരാനിരിക്കുന്ന തലമുറകൾക്ക് അതിൻ്റെ വിഹിതം അവകാശപ്പെട്ട് കർത്താവ് നൽകിയിട്ടുമുണ്ട്. അവരത് സ്വീകരിക്കാൻ തയ്യാറായാൽ അവർക്കത് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അത് അവരുടെ മാനസികാവസ്ഥയും പരിപാപത്തെയും ഉപേക്ഷിക്കുന്നതനുസരിച്ച് മാത്രമായിരിക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് അതിൻ്റെ വിഹിതം നമ്മുടെ മക്കളുടെ പേരിൽ ദൈവം സ്വർഗം ക്രെഡിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളുടെ പേരിൽ സ്വർഗം ക്രെഡിറ്റ് ആക്കിയ ഈ വിഹിതം നമ്മൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ, നമ്മൾ കൃപകളിൽ ജീവിക്കുമ്പോൾ, കൃപ നമ്മൾ അനേകർക്ക് പകർന്നു കൊടുക്കുമ്പോൾ, കൃപയുടെ അഭിഷേകത്തെ പകർന്നു കൊടുക്കുമ്പോൾ, വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലും വചനം പ്രസംഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലും പകൽ വ്യത്യാസമുണ്ട്. ഇതേ വചനം തന്നെ ഞാൻ വായിക്കുമ്പോൾ ഞാൻ പ്രഘോഷിക്കുന്ന ഒരു ഫീൽ എനിക്ക് ഒരിക്കലും വായിക്കുമ്പോൾ കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവർ. വചനം എത്രയോ വർഷങ്ങളായിട്ട് വായിക്കുക, പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് വായിച്ച വചനത്തിൽ ഈ ഒരു തീ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് എപ്പോഴാണെന്നറിയോ? വചനത്തെ പ്രഘോഷിച്ചപ്പോഴാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, വചനം എന്ന് പറയുന്നത് വായിച്ച് മനസ്സിൽ വെക്കേണ്ട ഒന്നല്ല, പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. ജീവൻ്റെ ആണത്. ആത്മാവും ജീവനും ഉണ്ട് പ്രിയപ്പെട്ടവർ ഇതിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ വെളിപാടിൻ്റെ ഗ്രന്ഥം, വിശുദ്ധ ബൈബിള് തന്നെ നിങ്ങൾ എടുത്തു വെച്ച് എല്ലാ ദിവസവും വായിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൽ 15 മുതലുള്ള തിരുവചനങ്ങൾ, 13 മുതലുള്ള തിരുവചനങ്ങൾ, അവൻ യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇതാണ് വചനം. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ അന്തരാർത്ഥം എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾക്ക് 1 മണിക്കൂർ കൂടി ഉള്ളൂ. ഈ 1 മണിക്കൂർ സമയം പോലെ ഇത് ലാസ്റ്റ് ടോക്കാണ്. ഇനിയൊരു ടോക്കില്ല. എന്നെ കൊണ്ടുള്ള ശല്യം ഇതോടുകൂടി തീരും. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് ഇത് തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അന്തരാർത്ഥം എടുക്കാനാണെങ്കിൽ ഒരു ലെങ്തി സബ്ജക്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡീപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. കേസറിയ ഫിലിപ്പി വിജാതീയ പട്ടണം, വിജാതീയര് ചുറ്റും ജനക്കൂട്ടം ചുറ്റും കൂടി നിൽക്കുന്ന സമയത്താണ് കർത്താവ് ചോദിക്കുമ്പോൾ വിശ്വാസ പ്രഖ്യാപനമായിട്ട് ആ ജനങ്ങൾക്ക് നടുവിൽ നിന്ന് പത്രോസ് പറയണം. വിശ്വാസ പ്രഖ്യാപനമായിട്ട് അവൻ പറയണം, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയണമെങ്കിൽ ധൈര്യമുണ്ടായിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ധൈര്യത്തെക്കാൾ ഉപരി അഭിഷേകവും ആ നാവ് ദൈവത്തിൻ്റെ നാവായിട്ട് മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ രക്തസാക്ഷിത്വത്തിനുള്ള വകുപ്പ് നമുക്ക് കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഇവിടെ ഇത് പത്രോസ് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ആ ജനം, അവിടെ കൂടിയിരിക്കുന്ന വിജാതീയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ജനത്തിന് അവനെ കൊന്നുകളയാം. കാരണം അവരുടെ ദൈവത്തെ ജീവനില്ലാത്ത ആക്കുകയാണ് പത്രോസ് അവിടെ. ഇവൻ മാത്രമേ ജീവനുള്ളതുള്ളൂ, ബാക്കിയുള്ള ദൈവിക സങ്കല്പങ്ങളിലൊന്നും ജീവനില്ല, ദൈവിക സങ്കല്പങ്ങൾ മാത്രമാണ് എന്നാണ് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മറുതലം. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ പത്രോസിനെ തീർക്കാം ആ ജനങ്ങൾക്ക് അവിടെ ഇട്ട്.
അതുകൊണ്ടാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപന സമയത്ത് ക്രിസ്തു പറയുന്നത്, മാംസരക്തങ്ങളല്ല, ദൈവത്തിൻ്റെ, എൻ്റെ അപ്പനാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. എൻ്റെ അപ്പം വെളിപ്പെടുത്തി തരാതെ നിനക്കിത് പറയാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് കർത്താവിന് വേണ്ടി സംസാരിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവമാണ്. യേശുവിന് വേണ്ടി നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ടോ? പിതാവ് നാവിൽ അഭിഷേകം തരും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. പിതാവിന് വേണ്ടി എവിടെയെല്ലാം നമ്മൾ പുത്രന് വേണ്ടി എവിടെയെല്ലാം നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങുന്നുവോ അവിടെ പരിശുദ്ധ മറിയവും പിതാവായ ദൈവം നമ്മളെ ബലപ്പെടുത്തും. യേശുവിൻ്റെ നാമത്തെ നമ്മൾ പറയുമ്പോൾ ശങ്കിക്കാതെ, നമ്മൾ ഒരു തരത്തിലും ചഞ്ചലപ്പെടാതെ ധൈര്യത്തോടെ വിശ്വാസത്തോടുകൂടെ കർത്താവിനെ പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റണം. മറ്റു വിശ്വാസങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അവരുടെ വിശ്വാസങ്ങളെ അവർ ഏറ്റുപറയുന്നതിൽ അവർ മടി കാണിക്കാത്ത ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാവ് എന്തുകൊണ്ട് ഉൾവലിയുന്നു എന്നുള്ളത് കത്തോലിക്കർ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാവ് പലപ്പോഴും നമ്മുടെ കർത്താവിനെ ഏറ്റുപറയാതെ എല്ലായിടത്തും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കോംപ്രമൈസിങ് സ്പിരിറ്റ് ഇന്ന് കത്തോലിക്ക സഭയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നട്ടലില്ലാത്ത മക്കൾ കർത്താവിനുണ്ടായിപ്പോയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, എവിടെയെല്ലാം യേശുവിനെ പ്രഘോഷിക്കാൻ പറ്റുമോ അവിടെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ യേശുവിനെ പ്രഘോഷിക്കുന്നിടത്ത് കർത്താവായ ദൈവം പറയും, നീയാണ് എന്നെ കൊണ്ടു നടക്കുന്നവൻ. ഒരിക്കലും ദൈവത്തിന് ഈ ഭൂമിയിൽ തനിച്ച് നിൽക്കാൻ പറ്റില്ല. ദൈവത്തിനെ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്ന കാരിയേഴ്സായിട്ട് നമ്മൾ മാറണം. ദൈവത്തെ ഈ ഭൂമിയിൽ കൊണ്ടു നടക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. ക്രിസ്തുവിന് തന്നാൽ തന്നെ ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, അവന് രക്ഷയും കരുണയും അല്ലാതെ ഈ ലോകത്തിൽ നമ്മുടെ മേൽ എന്തെങ്കിലും ചെയ്യണമോ നമ്മളെ അവൻ ഉപയോഗിക്കണം. നമ്മളെ അവൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മളവന് നിന്നു കൊടുക്കണം. നമ്മളവന് നിന്നു കൊടുക്കണമെങ്കിൽ അവൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈശോ പറയുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ഇറങ്ങി പുറപ്പെടണേ. ആരെയും കാത്തു നിൽക്കേണ്ട, ഒരു ഗ്രൂപ്പിനെ അന്വേഷിക്കേണ്ട, കൂടെ കൂട്ടാൻ ആരും വേണ്ട, ഒറ്റയ്ക്ക് മതി. ഹല്ലേലൂയ. ഒരു വിശുദ്ധനും ഗ്രൂപ്പായിട്ടല്ല വിശുദ്ധരായത്. ഒരു വിശുദ്ധനിലേക്കും വിശുദ്ധിയുടെ അഭിഷേകത്തിൻ്റെ തലം കടന്നു വന്നത്, അവർ കത്തോലിക്ക സഭയിലേക്ക് അൽത്താര വണക്കത്തിന് യോഗ്യരാക്കപ്പെട്ടത് അവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. അവരുടെ തന്നെ വില കൊടുക്കലും അവർ പാപങ്ങൾ ഉപേക്ഷിച്ചപ്പോഴും അവർ ജീവിതത്തിൽ കർത്താവിനെ പ്രഘോഷിച്ചപ്പോഴാണ് വിശുദ്ധരാക്കി മാറ്റപ്പെട്ടത്. ഇന്ന് സഭയെ നിങ്ങൾ എടുത്തു നോക്കുകയോ, ഒരു ശുശ്രൂഷകനുണ്ടെങ്കിൽ ചുറ്റും പരിവാരങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിട്ട്. നിങ്ങളും അത്തരത്തിലേക്കാകരുത്. യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പല്ല നമുക്ക് വേണ്ടത്. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളാണ് വേണ്ടത്. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് മറ്റെന്താ പണി? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ അഭിഷേകവും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നത് വരെ നിങ്ങളെ പാപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും മരണത്തിൽ നിന്നും പൈശാചികതയിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ദൈവത്തെ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഒരിക്കലും ദൈവം നിങ്ങളെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ സംരക്ഷണം ദൈവനാമത്തിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. ദൈവത്തെ അറിയാത്തൊരു വ്യക്തി പാപ സാഹചര്യത്തിലേക്ക് പോകാൻ ഇടയുണ്ടോ? ദൈവത്തിൻ്റെ മാലാഖമാർ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇതാണ് കാണാതായ ആടിൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നത്. അത് കൂട്ടം തെറ്റിപ്പോയപ്പോൾ ബാക്കിയുള്ള 99 മൈൻഡ് ചെയ്യാതെ ഇടയൻ പോകാൻ കാര്യം എന്താ? ബാക്കിയുള്ള 99 ദൈവത്തെ അറിയാം, ഒന്നിനും അറിയത്തില്ല. ഇതുപോലെ ഞാനും നിങ്ങളൊക്കെ പാപം ചെയ്തിട്ട് കർത്താവ് എന്നെ തിരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാ. ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയാണ് പാപം ചെയ്യുന്നതിൽ യേശു അവനെ തിരുത്തും. പക്ഷെ ഞാനും നിങ്ങളും ദൈവത്തെ അറിഞ്ഞിട്ട് പാപം ചെയ്താൽ ഒരിക്കലും ദൈവം നമ്മളെ തിരുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ തന്നെ പാപത്തെ ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ തന്നെ അതിൽ നിന്ന് പിന്മാറേണ്ടി വരും. നമ്മൾ തന്നെ അതിനെതിരെ ഒരു തീരുമാനം എടുക്കേണ്ടിയും വരും. ഒരിക്കലും ദൈവം ഇറങ്ങി വരില്ല. മറ്റൊന്ന്, നമ്മൾ ചെയ്യുന്ന ഒരു പാപം നമ്മളിൽ മാത്രമായിട്ട് നിലനിൽക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ വിഹിതം മക്കൾക്കും മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒക്കെ, ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ അവകാശപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ മറ്റൊരു തലം അവരിൽ അസുഖങ്ങളായിട്ടോ, നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ മറ്റൊരു തലം അവരിൽ സഹനങ്ങളിലായിട്ടോ സാത്താൻ കൊണ്ടു കൊടുക്കും. അതുകൊണ്ട് അവൻ നമുക്ക് ഒരു പാപത്തിനുള്ള സാഹചര്യം സാത്താൻ ഒരുക്കുമ്പോൾ നമ്മളെ മാത്രമല്ല അവൻ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളോട് കൂടെ ആയിരിക്കുന്ന സകലരെയും, നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ ജോലിയെയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാത്തിനെയും അവൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഒരു പാപം മാത്രമായിട്ട് സാത്താൻ നമ്മിൽ പ്രവേശിക്കില്ല. ഒരു പാപം മാത്രമായിട്ട് പ്രവേശിക്കുന്നത് അവൻ്റെ എൻട്രിയാണ്. അവനൊരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പാപം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അതുമാത്രമല്ല ചെയ്യിക്കുന്നത്, അവിടെ ആയിരുന്നു കൊണ്ട് മറ്റു പല വഴികളും പാപത്തിൻ്റെ മറ്റു പല മേഖലകളും നമുക്ക് തുറന്നു തരും. ഹല്ലേലൂയ.
നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, നിങ്ങൾ ദൈവത്തെ അറിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇത്രയും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ കൂടുന്നത്. നിങ്ങൾ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രത്തോളം ഭാരപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത്. നിങ്ങൾ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് സാത്താൻ നിങ്ങളെ ആവശ്യമില്ല. കാരണം അവന് നിങ്ങളെ കൊണ്ടൊരു പ്രയോജനവും ഇല്ല, അവൻ നിങ്ങളെ കൊണ്ട് ഉപദ്രവമില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞപ്പോൾ സാത്താൻ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ നിങ്ങളെ കൊണ്ട് അവന് ഉപദ്രവമായി. നമ്മളായിരിക്കുന്ന ഭവനം, ജോലി മേഖല, നമ്മുടെ പേഴ്സണലി നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ മാലാഖമാരും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും ഉള്ളതുപോലെ തന്നെ കളകളുണ്ട്. നമ്മളെ പാപത്തിലേക്കും രോഗത്തിലേക്കും നയിക്കാനുള്ള ശക്തികളും നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. അത് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ച്. അത് കാണാൻ പറ്റുന്നവരാണ് കൃപ ലഭിച്ചവർ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്കതിനെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെതിരെ ഒരു ഒരു പ്രിക്വേഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റണമെങ്കിൽ പ്രിയമുള്ളവരെ കൃപ ലഭിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകണം. നമ്മളൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ തിന്മയാണോ നന്മയാണോ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലും കണ്ണിലും കാതിലും എല്ലാം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ സെൻസ് ചെയ്യേണ്ടത് ഒരാൾ സംസാരിക്കുമ്പോൾ കേട്ടു, ഒരാളെ കണ്ടു, ഒരാളോട് സംസാരിച്ചു, ഇത് മാത്രമേ നമ്മൾ സെൻസ് ചെയ്യുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്കൊരു സ്പിരിച്വൽ തിങ് ഉണ്ട്, ഇതിനപ്പുറത്തേക്കൊരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്, ഇതിനപ്പുറത്തേക്കൊരു അൺക്ലീൻ വേൾഡ് ഉണ്ട്. ഈ മൂന്ന് ലോകങ്ങൾക്കുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ സ്പിരിച്വൽ വേൾഡിനെയും ആ ഒരു അൺക്ലീൻ വേൾഡിനെയും നമ്മളായിരിക്കുന്ന നമ്മുടെ റിയൽ വേൾഡിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഈ അൺക്ലീൻ വേൾഡിനെ തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആകുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആകണം. നമുക്ക് മെസ്സേജസ് ഓപ്പൺ ആവണം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കണം. ചെന്നിടത്ത് നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കതിനെതിരെ ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾക്ക് പാപത്തെ ഉപേക്ഷിക്കാനും ആ സാഹചര്യത്തിൽ നിന്ന് പിന്മാറാനും നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ബോംബെയിലൊരു മിനിസ്ട്രി ചെയ്യാമോ? ഇപ്പോൾ ഈ അടുത്ത ആഴ്ച വീണ്ടും ഉണ്ട് അവിടെ. അടുത്ത ആഴ്ച ഒരു 1 day മിനിസ്ട്രി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അപ്പനും അമ്മയും 2 മക്കളും എന്നെ കാണാൻ വേണ്ടി വന്നു. ഒരു മലയാളികളല്ല, അവിടുത്തുകാരാ, ക്രിസ്ത്യൻസാണ്, ആംഗ്ലോ ഇന്ത്യൻസാണ്. അപ്പോൾ അവർ അവിടെ ജനിച്ച് വളർന്നവരാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ഈ മകനും മകൾക്കും നല്ല ജോലിയാണ്. അവർ നല്ല ജോലിയിൽ നിൽക്കുന്ന മക്കൾ, നല്ല സാലറി കൈപ്പറ്റുന്ന മക്കളാണ്. അപ്പോൾ ഇവർ വന്ന് നിന്നിട്ട് ഈ പാരൻസ് എന്നോട് പറഞ്ഞു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്ത കാര്യം, ഇവർക്ക് കിട്ടുന്ന സാലറി ഇവിടെ കയ്യിൽ നിൽക്കുന്നില്ല, ഇവർ പ്രാർത്ഥിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഒരു മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് എന്തെല്ലാം പരാതി പറയും, അത് തന്നെ. അപ്പോൾ 2 മക്കളും മാരീഡ് അല്ല, എന്നാൽ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. വിവാഹപ്രായം കഴിഞ്ഞ് നിന്നിട്ടും ആ മൂത്തവൾ, അവൾക്ക് ഇതുവരെ കല്യാണം നടന്നിട്ടില്ല, 33 വയസ്സായി അവൾക്ക്. അപ്പോൾ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ ഇവളുടെ പുറകെ ഒത്തിരി ചെക്കന്മാർ ഇവൾക്ക് പ്രപ്പോസലായിട്ട് വരുന്നെങ്കിലും ഇവൾ പറയുന്നത് അവരിലൊന്നും എനിക്ക് ഈശോയുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ഇവൾക്ക് പ്രാർത്ഥനയില്ല, ഇവൾക്ക് മറ്റൊന്നുമില്ല. എന്നിട്ട് ഇവൾ പറയുന്നുണ്ട് അവരിലൊന്നും എനിക്ക് ഈശോയുടെ മുഖം കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, പ്രാർത്ഥന ഇല്ലാതിരിക്കെ ഇവൾ എങ്ങനെ ഈശോയുടെ മുഖം കാണാൻ പറ്റുന്നില്ല എന്ന് പറയണേ? എനിക്കതിലൊരു ചേരായിക തോന്നി. ഞാൻ പറഞ്ഞു, നീ ഒന്ന് മുട്ടുകുത്തിയാൽ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞവിടെ തലയിൽ കൈവച്ച് ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവൾ അവിടെ കിടന്ന് അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഇതുപോലെ ഉപദ്രവിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതുപോലെ എന്നേലൊരടിയും കൂടെ പോക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ സാധനത്തിന്. എൻ്റെ ഞാൻ രണ്ടെണ്ണം കൂടിയാൽ ആണ് അവൾ ഒരെണ്ണം. അവളുടെ കൈയല്ല, അത് തുമ്പിക്കൈയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് എന്താ പറയുക, ഒന്ന് എടുത്തിടുമ്പോൾ 2 ടണ്ണെങ്കിലും ഉണ്ട്. നമ്മളൊന്ന് താണു, അത്രയും വെയിറ്റും. പിന്നെ ഈ പൊസസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സ്ട്രാ ഒരു ആരോഗ്യം ഉണ്ടാവും അവർക്ക്. ഇത് കൈ വീശുമ്പോൾ നല്ല കാറ്റ്. അപ്പോൾ നിങ്ങൾ ആ കൈയുടെ ഫോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ കൊള്ളിക്കാതെ മാറിയപ്പോൾ അമ്മാതിരിയുള്ളൊരു സാധനം. ഇതിനെ വിടുവിക്കാൻ, ഇത് ഒരു ബൈൻഡിങ്ങിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കിടന്ന് ആക്രോശിക്കുക, നല്ല മുറയിടുക. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതെവിടെ നിന്നാണെന്ന് അറിയണമല്ലോ. ഇതെവിടെ നിന്നാണ് ഇതിങ്ങനെ ബൈൻഡ് ചെയ്ത്? നീ എവിടെ നിന്നാണ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി? അതിനവിടെ കെട്ടിയിട്ടേക്കാം. കെട്ടിയിട്ട് നാട്ടുകാരും പള്ളിക്കാരും എല്ലാം അവിടെ ഉണ്ട്. അവനെ കെട്ടിയിട്ട് അതിനോട് ഞാൻ ചോദിച്ചു, നീ എവിടെ നിന്നാണ്, നീ ആരാ, ഇവിടെ ശരത്തിലെപ്പോ, എങ്ങനെ? അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ അവിടുത്തെ എന്തോ ഒരു രാമായണ സംഭവമായിട്ട് എന്തോ ഒരു
ഈ മറ്റേ പൊടിയൊക്കെ വാരി എറിയുന്ന ഒരു ആഘോഷമുണ്ടല്ലോ അവിടെ. എന്തുകൊണ്ടാണോ എനിക്കറിയില്ല. ആ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഇവളുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഇവൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയതാണ്. അന്ന് കയറിയതാണ്. അതൊരു പൗഡറല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ, അതൊരു പൗഡറൊന്നുമല്ല. അതിനകത്തുള്ള ആ പൗഡറിലുള്ള ഓരോ തരിയും ഓരോ സ്പിരിറ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പൗഡർ നമ്മൾ വാരി എറിയുമല്ലോ, കുറേ കളറിലുള്ളത്, വെള്ളമൊക്കെ ചീറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ എറിയുന്ന അതിൻ്റെ ഓരോ തരിയും ഓരോ സ്പിരിറ്റാണ്. ഇത് ഇവളിൽ നിന്ന് കത്തിക്കുക, അവളെ വേണ്ടിയിട്ട് അവളുടെ ജീവിതത്തെ, അവളുടെ കുടുംബത്തെ, അവളായിരിക്കുന്ന അവസ്ഥകൾ നിർത്തി കത്തിക്കുക. അപ്പോൾ അവരിൽ ഈശോയുടെ മുഖമില്ല എന്ന് ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൊന്നുമല്ല, അരൂപിയ. എന്തിനു വേണ്ടിയിട്ടാണ്? വിവാഹം എന്ന കൂദാശ ആശീർവദിക്കപ്പെടാതിരിക്കാൻ, ഇവളെ കൊണ്ട് മറ്റു പാപത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ. അപ്പോൾ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും ചില കൂദാശകൾ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ അവർ ദൈവീക കാരണങ്ങൾ നിരത്തി വെക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കരുത്, നമ്മളവരെ വിശ്വസിക്കരുത്. കൂദാശകൾക്കെതിരെ ഒരിക്കലും ദൈവം കാരണം നിരത്തി വെക്കില്ല. എത്രയും പെട്ടെന്ന് എന്നാണ് ഓരോ കുട്ടിയെക്കുറിച്ചും കർത്താവ് പറയും. വിവാഹം എത്രയും പെട്ടെന്നെന്ന് പറയുമ്പോൾ അതിന് ഓരോ ദൈവീക കാരണങ്ങൾ പറഞ്ഞത് നീട്ടി വയ്ക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയാനുള്ള സാഹചര്യത്തെയാണ് സാത്താൻ ബ്ലോക്ക് ചെയ്യുന്നത്. ഒരു വിവാഹം ഒരു 21-22 വയസ്സാകുമ്പോൾ മക്കളുടെ വിവാഹം, പെൺകുട്ടികളുടെ വിവാഹം നമ്മൾ നടത്തുകയാണെങ്കിൽ ആ പ്രായമാണ് കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. ആ പ്രായത്തിൽ ആ വിവാഹം നടക്കുമ്പോൾ അത്രയും നാളായിട്ട് ആ കുടുംബത്തിലുള്ള കെട്ടുകൾ, മേഖലകളെല്ലാം ഈ കൂദാശ ആശീർവദിക്കപ്പെടുമ്പോൾ അഴിയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചേർന്നത് ഒന്നിക്കുന്നിടത്ത് ഒന്നിക്കാൻ വേണ്ടി സഭ നൽകിയിരിക്കുന്ന പരിശുദ്ധമായ പ്രഥമമായിട്ടുള്ള ഈ കൂദാശ ആശീർവദിക്കപ്പെടുമ്പോൾ അവിടെയുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയപ്പെടുന്ന സമയം. ആ കെട്ടുകൾ അഴിയപ്പെടാൻ സാത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. വിവാഹം നടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് ആ നടക്കുന്ന വിവാഹത്തിൽ അവൻ മദ്യവും മറ്റും കയറ്റി ആ വിവാഹത്തിൻ്റെ പവിത്രതയെ അവൻ നശിപ്പിക്കുകയും ആ ദാമ്പത്യ ബന്ധത്തെ അവന് വിള്ളലുണ്ടാക്കിയായിരിക്കും അവർ ദാമ്പത്യ ബന്ധത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് തന്നെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് 7 കൂദാശകൾ. ഈ 7 കൂദാശകളിൽ ഓരോ സമയത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, അത് നമ്മളിൽ അത് കർത്താവ് പരിക്രമം ചെയ്യുമ്പോൾ ആ കൂദാശകൾ വഴി നിരവധിയായിട്ടുള്ള കെട്ടുകൾ അഴിയപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ കിട്ടുന്ന അഭിഷേകം അത് വേറെയാണ്. വിശുദ്ധ കുമ്പസാരത്തിന് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വരുന്ന അഭിഷേകത്തിൻ്റെ ലെവൽ വേറെയാണ് പ്രിയപ്പെട്ടവരെ. അത് കരഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ നമ്മൾക്ക് പറ്റണം. എപ്പോഴും സാധിക്കാറില്ലെങ്കിൽ പോലും നമ്മൾ കരഞ്ഞ് കുമ്പസാരിക്കണം, അനുതപിച്ച് കരഞ്ഞ് കുമ്പസാരിക്കണം, വാവിട്ട് നിലവിളിച്ച് കുമ്പസാരിക്കണം. ഞാനത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് മെജുഗോറയിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു തീർത്ഥാടനത്തിന് അവിടെ ചെന്നപ്പോഴാണ്. മെജുഗോറയിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ 100-100ഓളം വൈദികർ പല പല ഭാഷകളിൽ കുമ്പസാരിക്കാനിരിക്കുമ്പോൾ അവിടെ ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി രാത്രി എനിക്ക് സ്ലോട്ട് കിട്ടിയത് വെളുപ്പിന് 3 മണിക്കോ 2 മണിക്കോ മറ്റാ വെളുപ്പിന്. അത്രയും സമയം അച്ഛന്മാരിങ്ങനെ ഇരിക്കുക ത്രൂഔട്ട്. അപ്പോൾ അവിടെ കുമ്പസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്ന് അച്ഛനടുത്ത് ഞാൻ വാവിട്ട് നിലവിളിച്ച് കുമ്പസാരിക്കാം. ഞാൻ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത് എനിക്കറിയില്ല. ഫ്രാൻസിസ് പോപ്പ് പറഞ്ഞത് കറക്റ്റാണ്. ലോകത്തിൻ്റെ കുമ്പസാരക്കൂടെന്ന് മെജിഗോറിയെ വിളിച്ചത് വെറുതെ അല്ല. കാരണം ആ പള്ളിയിലകത്തേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ തുടങ്ങിയ കരച്ചിൽ 3-4 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ആ 4 ദിവസവും പള്ളിയുടെ കോമ്പൗണ്ട് വിട്ട് റൂമിലേക്ക് പോയിട്ടില്ല. ആ കോമ്പൗണ്ടിൽ തന്നെ ഇങ്ങനെ ചുറ്റി നടക്കുക, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം എല്ലാം അനുഭവിച്ച് ആ കോമ്പൗണ്ടിന് ചുറ്റും ഇങ്ങനെ നടക്കുക. എന്താ പറയുക, പാരിഷൻ മൗണ്ടിലും എല്ലായിടത്തും ഇങ്ങനെ നടക്കുമ്പോഴെല്ലാം അമ്മയുടെ സാന്നിധ്യത്തെ കാണാം. അമ്മ മറ്റ് പല രീതിയിൽ അവിടെ വന്നതൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടത്. മറ്റു പല രീതിയിൽ അമ്മയുടെ പ്രസൻസ് വന്നതും എവിടെ പോകുന്നു എന്നുള്ള ചോദ്യമൊക്കെ വന്നതും പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാതിരിക്കുന്നതും, അങ്ങനെ മാതാവിൻ്റെ വലിയൊരു പ്രസൻസ് ഉള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സാധ്യത കിട്ടി ദൈവം അനുവദിച്ചാൽ നിങ്ങളവിടെ പോകേണ്ട സ്ഥലമാണ് മെജുഗോറിയ. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ആ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ ഈശോ ആദ്യം പറഞ്ഞ് നീ നിൻ്റെ കാലിലെ ചെരുപ്പഴിച്ച് മാറ്റാൻ പറഞ്ഞു. നല്ല തണുപ്പത്ത് ആ ചെരുപ്പഴിച്ച് മാറ്റി അവിടെ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ആ തണുപ്പൊന്നൊരു വിഷയം ആക്കി എടുക്കുന്നില്ല, നടക്കുക. പരിശുദ്ധ അമ്മയുടെ ആ ഒരു എന്താ പറയുക അഭിഷേകത്തിൻ്റെ തലം നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി അച്ഛന്മാരിരിക്കുമ്പോൾ പല പല ഭാഷകളിൽ കുമ്പസാരിപ്പിക്കുമ്പോൾ അവിടെ ചെന്നൊരു പോളിഷ് അച്ഛൻ്റെ അടുത്ത് നിന്ന് കുമ്പസാരിക്കുമ്പോൾ ഞാനിങ്ങനെ വാവിട്ട് നിലവിളിച്ച് കുമ്പസാരിച്ച് അവസാനം കുമ്പസാരം കഴിഞ്ഞ അച്ഛൻ എനിക്ക് പാപമോചനം തരുമ്പോൾ ഞാനവിടെ ഇങ്ങനെ വീണുപോയി അങ്ങോട്ട്. അത്രയും ഡീപ്പായിട്ടൊരു കുമ്പസാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല. അത്രയും അത് മനോഹരമാണ്.
അപ്പോഴും പരിശുദ്ധമ്മ പറയും, നീ വീണ്ടും വരണം എന്ന് പറഞ്ഞു വിട്ടു. കാശില്ലാത്തതുകൊണ്ട് പോയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും വരണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിക്കാറുള്ള സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രിയിലും പകലും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും അമ്മ ഈ ഒരു പരിശുദ്ധ മറിയം, എൻ്റെ വണ്ടിയിലെല്ലാം അവിടുത്തെ അമ്മയുടെ ഫോട്ടോയും സ്റ്റാച്ചുവാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ മറിയത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ മറിയത്തിൻ്റെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്, അത് നമുക്ക് അറിയണമെങ്കിൽ ജപമാല കയ്യിൽ നിന്ന് മാറ്റരുത്. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി നമ്മൾ ഒരിക്കലും കുറക്കരുത്. വിശ്വാസ പ്രഖ്യാപനത്തിൽ വിശുദ്ധ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. അതിൽ തന്നെ മറ്റൊരു വിശ്വാസങ്ങളിലും പ്രഖ്യാപിക്കാത്തൊരു പ്രഖ്യാപനമാണ് ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിലൊന്നിലും ജീവനില്ലാത്ത ദൈവിക സങ്കല്പങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പറയും, മറ്റു വിജാതീയ സമൂഹങ്ങളെ എടുത്തിട്ട് നമ്മൾ പറയും അവരുടെ ദൈവം ഇങ്ങനെയാണ്, നമ്മുടെ ദൈവം ഇങ്ങനെയാണ് എന്ന് പറയും. അങ്ങനെ പറയരുത്. അവിടെ ദൈവം ഇല്ല. ഹല്ലേലൂയ. ഇവിടെയുള്ളൂ ആള്, അവിടെ ആരുമില്ല. അവരുടേത് സങ്കല്പങ്ങളാണ്, നമ്മുടെ സത്യമാണ്, വ്യത്യാസമാണ്. എന്ന് വെച്ചിട്ട് അവരുടെ വിശ്വാസം അവർ ഫോളോ ചെയ്തിട്ടോ, നമുക്കവരെ തിരുത്താനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളത് ഏറ്റുപറയരുത്. അവരുടെ ദൈവം എങ്ങനെയാണ്, അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചപ്പോഴെന്ന് ക്രിസ്ത്യാനി പറയരുത്. കാരണം അവരിൽ ദൈവം ഇല്ല. അവരിലുള്ളത് ദൈവിക സങ്കല്പങ്ങളും നന്മയുടെ കുറേ പ്രബോധനങ്ങളാണ്. ആ വ്യക്തികളെ നിങ്ങൾ സ്നേഹിക്കുക. ഞാൻ വീണ്ടും പറയുന്ന, ആ വ്യക്തികളെ നിങ്ങൾ സ്നേഹിക്കുക, അവരെ വെറുക്കരുത്. പക്ഷേ അവരുടെ സങ്കല്പങ്ങളെ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. അവർക്ക് നിങ്ങൾ എന്ത് സഹായവും ചെയ്യാം, അവർക്ക് നിങ്ങൾക്ക് എല്ലാം കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ പരിചരിക്കുകയോ കെയർ ചെയ്യുകയോ ചെയ്യാം. പക്ഷേ അവരുടെ വിശ്വാസങ്ങൾ നിങ്ങളൊരിക്കലും ശരിയാണെന്ന് പറയരുത്. അത് ദൈവത്തിന് കുറച്ചിലാണ്. നിൻ്റെ ദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ നീ തള്ളി പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ജീവിക്കുന്ന ദൈവത്തെ നിനക്ക് തള്ളി പറയണോ? അവരുടെ ദൈവം എന്ന് നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. നിൻ്റെ ദൈവത്തെ നീ തള്ളി പറയുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം അവിടെ ഒരു ദൈവിക സങ്കല്പം ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള മൂള പോലും നിനക്കില്ലേ എന്ന് ഈശോ നമ്മളോട് ചോദിക്കും. അവിടെ അങ്ങനെ ഒരു സങ്കല്പങ്ങളേ ഉള്ളൂ, ദൈവത്വമില്ല. ദൈവത്വം എന്ന് പറയുന്നത് ഏകസത്യ ദൈവം, ത്രിയേക ദൈവമാകുന്ന കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഇങ്ങനെ ത്രിയേക ദൈവ സങ്കല്പങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാണ് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരിടത്തുമല്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാണ്, മറ്റൊരിടത്തേക്കുമല്ല. അപ്പോൾ ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും ഇത് നമ്മളിൽ തന്നെയാണ്. പിതാവായ ദൈവം എന്നെ സൃഷ്ടിച്ചു, പുത്രനായ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. ത്രിയേക ദൈവം എന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ത്രിയേക ദൈവത്തിൻ്റെ കൂടാരമാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളുടെ ജീവനത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, പാപത്തിനോ പാപമാലിന്യങ്ങൾക്കോ നിങ്ങളുടെ മേലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മേലും കടന്നു വരാനായിട്ട് സാധിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും ഏലിയ എന്നും ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. ഈശോ ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് അവർ പറയുന്നത്, ജനങ്ങൾ പറയുന്നത്. വിജാതീയരെ യേശുവിനെ കുറിച്ച് എന്ത് പറയുന്നു? വിജാതീയ പട്ടണമല്ലേ? അവർ യേശുവിനെ കുറിച്ച് എന്ത് പറയുന്നു? അവർ യേശുവിനെ എന്താക്കി? അവർ യേശു എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തെ, ഏക സത്യ ദൈവത്തെ അവർ തരം താഴ്ത്താനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അവർ പ്രവാചക അവസ്ഥകളിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് കർത്താവ് അവരോട് ചോദിക്കുന്നത്, ശിഷ്യരോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരത്തിൽ നിന്ന് ഈശോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജീവനുള്ള പുത്രനായ യേശു ക്രിസ്തുവാണ് നീ. ഈശോ എന്തോരം കൊതിച്ചിട്ടാ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചതെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. ഈശോ എന്തോരം കൊതിച്ചിട്ടുണ്ട്, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊന്ന് പറ എന്നെ പറ്റി. അതല്ലേ ഈശോ ചോദിച്ചതിൻ്റെ ഒരു മറുവശം? അതല്ലേ പത്രോസ് അങ്ങനെ ഏറ്റു പറയിപ്പിച്ചത്? ഈശോയുടെ ഇഷ്ടം പിതാവായ ദൈവം അറിയുകയും പത്രോസിനെ കൊണ്ട് അത് ഏറ്റു പറയിപ്പിക്കുകയും ചെയ്തത് അപ്പനാ. അതാണ് യേശു പറഞ്ഞത്, മാംസരക്തങ്ങളല്ല, അത് മാനുഷികതയിലുള്ളതാണ്. മാംസരക്തങ്ങൾ അല്ല ഇത് പറയിപ്പിച്ചത്, മറിച്ച് എൻ്റെ അപ്പൻ സ്വർഗസ്നായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. അതായത് ഈശോ ചോദിച്ചത് എന്താ? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? കൊതി കൊണ്ട് ചോദിക്കുന്നതാണ്.
നമ്മളെപ്പറ്റി ഒന്ന് നല്ലത് പറയാൻ നമ്മൾ ആഗ്രഹിക്കൂലേ? മറ്റുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവരും എന്നെപ്പറ്റി ഞാൻ ചെയ്തതിനെ ഒന്ന് നല്ലതാക്കി ഒന്ന് പറ എന്ന് നമ്മൾ മാനുഷികതയിൽ, ഞാൻ നല്ലൊരു കാര്യം ചെയ്യുന്നു, ഞാൻ നല്ലൊരു ഭക്ഷണം വെച്ച് തന്നു, നല്ലതാണെന്നൊന്ന് പറയാൻ, അവരൊന്ന് നന്ദി വാക്ക് പറയാനായിട്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു എന്ന് നമ്മൾ പറയുമെങ്കിൽ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ സർവ്വശക്തനായ ദൈവം നമ്മളിൽ നിന്ന് കേൾക്കാൻ എത്രയോ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള എപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഈശോ അത്രയും കൊതിച്ച് ചോദിക്കുക ശിഷ്യരോട്, ഞാൻ ആരെന്നാ നിങ്ങൾ പറയണേ? നമ്മളത് വായിക്കുമ്പോൾ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നല്ല. വായിക്കണതിൻ്റെ സ്ലാങ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലെന്തായിരുന്നുവോ ആ രീതിയിൽ നമ്മളിത് വായിക്കണം. അപ്പം ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് പ്രഖ്യാപിക്കുന്നത്, പറയുകയല്ല പ്രഖ്യാപിക്കുന്നത്. യേശു ചോദിച്ചത് എന്താ? പറയുന്നത് എന്നാണ്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറഞ്ഞില്ല, പകരം പ്രഖ്യാപിച്ചു. ഇതാണ് വിശ്വാസം. ഹല്ലേലൂയ. എൻ്റെ അപ്പനിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ്? അവൻ എന്നെ കുഞ്ഞുനാൾ മുതൽ അവൻ എന്നെ വളർത്തി, അവൻ എന്നെ പഠിപ്പിച്ചു, അവൻ എന്നെ ഇവിടം വരെ എത്തിച്ചു. അപ്പനിൽ വിശ്വസിച്ചു ഞാൻ. ആ വിശ്വാസം എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അവൻ എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുമാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളതിലല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. മറിച്ച് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, അവനെ വിശ്വസിക്കാൻ കാരണം അവൻ എന്നെ പരിപാലിക്കുന്നത് കൊണ്ടല്ല, അവൻ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ പത്രോസ് ഏറ്റു പറയാൻ കാരണം, ഈശോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത്? കൊതി കൊണ്ട് ഈശോ ചോദിച്ചതാ. ആ ചോദ്യം കേട്ടത് പത്രോസല്ല, യേശുവിൻ്റെ അപ്പൻ, പിതാവായ ദൈവം അത് കേട്ടു. പിതാവായ ദൈവം കേട്ടപ്പോൾ യേശുവിൻ്റെ മനസ്സ് കണ്ടവൻ ശിഷ്യനായ പത്രോസിനെ കൊണ്ട് പറയിപ്പിച്ചു, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പത്രോസ് പറയുന്നതാണ് വിശ്വാസ പ്രഖ്യാപനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പത്രോസ് വിശ്വാസത്തെ, യേശുവിനെ എന്നുള്ളതിനേക്കാളുപരി യേശു എന്ന് പറയുന്ന വിശ്വാസത്തെ പത്രോസ് പ്രഖ്യാപിക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ. പ്രിയമുള്ള ദൈവജനമേ, അപ്പോഴാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ തിരിച്ച് ചിന്തിക്കുക, അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നവർക്കൊന്നും ജീവൻ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് ഇവനെ ഉപദ്രവിക്കാം, കൊന്നുകളയാം. അത്രയും ധൈര്യപൂർവം ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ ക്രിസ്തു എത്ര സന്തോഷിച്ചിട്ടുണ്ട്. ക്രിസ്തു സന്തോഷിച്ചു. അതുകൊണ്ടാണ് വലിയൊരു ഓഫർ അപ്പം തന്നെ എഴുതി കൊടുത്ത് ഒപ്പിട്ട് സൈൻ ചെയ്ത്, എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കർത്താവ്. നീ സിമേനല്ല, നീ പാറയാ, നീ പത്രോസാ. അങ്ങനെ ആക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? ഒറ്റ വിശ്വാസം. അത് തന്നെയാണ് ഈശോ നമ്മളിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തരും. നിങ്ങൾ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കർത്താവ് ഞാനിവനിത് ചെയ്തു കൊടുത്തിട്ട് നീ എനിക്കതാ എന്ന് പറയല്ലേ. കർത്താവിന് തന്നെ ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് തന്നെ ചെയ്തു കൊടുക്കണം. ഈശോയ്ക്ക് തന്നെ ചെയ്തു കൊടുക്കണം. ഈശോയ്ക്ക് തന്നെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള ദൈവജനമേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കർത്താവിന് കൊടുക്കാനായിട്ടുള്ള നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിനെ വിശുദ്ധിയോടെ സൂക്ഷിച്ചാൽ ബാക്കിയുള്ളതെല്ലാം യേശു നിങ്ങൾക്ക് തരും. ആത്മാവിനെ മാലിന്യത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ബാക്കി എന്ത് ചോദിച്ചാലും തമ്പുരാനിൽ നിന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിച്ചിട്ട് കർത്താവിനോട് ചോദിക്കണം, എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ അവനത് തരും. ചോദിക്കേണ്ടി വരില്ല, അതിന് മുൻപ് കിട്ടും. പത്രോസിന് കിട്ടിയില്ലേ? പ്രഥമ പാപ്പയായില്ലേ അവൻ? പ്രഥമ പാപ്പയായില്ലേ? എലക്ട് ചെയ്തത് ക്രിസ്തുവല്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളെയും കർത്താവ് ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകും. കർത്താവിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മളെയും ഈശോ പ്രത്യേകമായൊരു തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകും. എലിയാ പ്രവാചകൻ ബാലിൻ്റെ എന്താ പറയുക, മന്ത്രവാദികൾ, ബാൽ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ മന്ത്രവാദികളോടുമായിട്ട് പോരാടുമ്പോൾ അവരുമായിട്ട് ഏലിയ പ്രവാചകൻ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഏലിയായുടെ വെളിയിലേക്ക് അഗ്നി ഇറങ്ങാനായിട്ട് ഏലിയ കാണിച്ചൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഏലിയ പറയുന്നുണ്ട്,
ആ ബലിപീഠത്തിനും ബലിവസ്തുക്കൾക്കും വിറകുകൾക്കും ചുറ്റും വെള്ളം ഒഴിച്ച വെള്ളവും ബലിവസ്തുവും വിറകുകളെല്ലാം വറ്റിച്ച് കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയുണ്ട്. അവിടെ ഏലിയ പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, 900-ലധികം വരുന്ന പ്രവാചകന്മാർക്കെതിരെയാണ് ഏലിയ ഒറ്റക്ക് പോരാടിയതെന്ന് നിങ്ങൾ വിചാരിക്കണം. അത്രത്തോളം അഭിഷേകമുണ്ടായിരുന്ന പ്രവാചകന്മാർ നമ്മുടെ സമൂഹം, നമ്മുടെ എന്താ പറയുക, കർത്താവിൻ്റെ നാമത്തിലെ ലോകത്തിലുണ്ടായിരുന്നത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നമ്മൾ അഭിഷേകത്തെ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഏലിയായുടെ അഭിഷേകത്തെ ചോദിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏലിയ പ്രവാചകനിൽ നീ കൊടുത്ത അഭിഷേകത്തിൻ്റെ പകർപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. കിട്ടാൻ പോണില്ലെങ്കിലും ചോദിച്ചോ. അത് ചോദിക്കുമ്പോൾ അതിന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ. കാരണം ആ അഭിഷേകത്തെയാണ് നമ്മൾ ചോദിക്കുമ്പോൾ, ആ കൃപയിൽ നമ്മൾ വളരുമ്പോൾ അതേപോലെ പ്രകൃതി ശക്തികൾ മേലും അതേപോലെ തിന്മയുടെ ശക്തികളുടെ മേലും കാണിച്ച അധികാരത്തെ നിങ്ങൾ നോക്കണം. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധ മറിയം പറയുന്നൊരു കാര്യമുണ്ട്, ആരുടെയും യേശുവിൻ്റെ നാമത്തിലും എൻ്റെ മാധ്യസ്ഥരല്ലാതെ നിന്നിൽ നിന്ന് ഞങ്ങളുടെ ശക്തി പുറപ്പെട്ടുകൊണ്ട് നീ വിശ്വാസികളെ കീഴടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് ശക്തി പുറപ്പെടാൻ നമ്മളെ പൂർണ്ണമായിട്ട് യേശുവിന് സമർപ്പിക്കാൻ പറ്റണം. നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്ന നമ്മൾ എന്താ പറയുക, ഒരു ബാറ്ററി കണക്ക് നമ്മൾ മാറിക്കൊടുക്കണം യേശുവിൻ്റെ മുമ്പിൽ. നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ബാറ്ററി കണക്ക് യേശുവിനെ നമ്മൾ മാറിക്കൊടുക്കണം. കർത്താവെ, നീ എന്നെ റീചാർജ് ചെയ്ത് നീ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കർത്താവിന് വിട്ടുകൊടുക്കണം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ ഒരു പവർ ബാങ്കായിട്ട് നമ്മൾ യേശുവിന് മാറിക്കൊടുക്കണം. അതിനകത്ത് കർത്താവ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. എപ്പോഴെല്ലാം കർത്താവ് അതിൽ നിന്ന് ചാർജ് സ്വീകരിക്കും. കർത്താവിന് ആവശ്യമുള്ളപ്പോഴെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്കായിട്ട് നമ്മൾ മാറണം. കർത്താവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട, അതിനകത്ത് മറ്റൊന്നുമില്ല, അതിനകത്ത് ചാർജ് മാത്രമേ ഉള്ളൂ, അതിന് വേറെ ഒന്നുമില്ല, മറ്റൊരു മിക്സ് ഇല്ല പവർ ബാങ്കിൽ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രം ഇറങ്ങി വന്നൊരു പവർ ബാങ്കായിട്ട് നമ്മൾ മാറിയാൽ ഇതിൽ നിന്ന് കർത്താവിന്, ഈ യൂണിറ്റിൽ നിന്ന് കർത്താവിന് അനേകരിലേക്ക് ശക്തി കൊടുക്കാനായിട്ട് പറ്റും. പവർ ബാങ്കിൻ്റെ പ്രത്യേകത എന്താ? അത് ഒരു ഇലക്ട്രിസിറ്റി ഇല്ലാത്തിടത്തും ഇതിൽ നിന്ന് ശക്തി പുറപ്പെടുമെന്നുള്ളതാണ്. ഇതുപോലെ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ എന്താ പറയുക, ഒരു വചനപ്രഘോഷണം ഇല്ലാത്തിടത്ത്, പരിശുദ്ധ ബലിയില്ലാത്തിടത്തെല്ലാം നമ്മൾ പോയി അവിടെ നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടുന്ന ഒരു അഭിഷേകമാണ് നിങ്ങൾ ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അനേകർക്ക് ഈശോയെ കൊടുക്കുന്നത് പോലെ ഈശോയെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമില്ല. അനേകം ഈശോയെ അറിയാത്തവരോട് ഈശോയെ കൊടുക്കുന്നത് പോലെ ഈശോയെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുന്നത്. യാത്ര ചെയ്യുമ്പോൾ പ്രസംഗിക്കുമ്പോൾ മിക്കവാറും ക്രിസ്ത്യാനികളെ ഉണ്ടാകാറുള്ളൂ. കാരണം ആവശ്യങ്ങൾ നിങ്ങൾക്കേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് മറ്റാരും ഉണ്ടാവാറില്ല. എല്ലാ വചന പ്രഘോഷണത്തിലും കുറച്ച് പേരെ വിജയാധീരുള്ളൂ. ബാക്കി മുഴുവനും ക്രിസ്ത്യൻസും കത്തോലിക്കർ തന്നെയാണ്. കാരണം എന്താ? ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. നിയോഗങ്ങൾ ഇവിടെ വന്നിട്ട് ആരും എന്നോട് ഇതുവരെ പരിശുദ്ധാത്മാവ് വേണം ബ്രദർ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ 2 ദിവസം ഫുൾ നൈറ്റ് ഞാൻ നിന്ന് കണ്ടപ്പോഴും ഒരെണ്ണമെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ച് ഇത്രയും പ്രസംഗിച്ചിട്ടും ആരും ചോദിച്ചില്ല. ഒരാൾ പോലും പരിശുദ്ധാത്മാവിനെ ചോദിച്ചില്ല. അതാണ് നിങ്ങളങ്ങനെയാണ്. എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ലെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇത്രയും പ്രസംഗിച്ച് ഞാൻ പ്രതീക്ഷിച്ചു രാത്രി വരുമ്പോൾ ഒരാളെങ്കിലും കൃപ ചോദിച്ച് എൻ്റെ അടുത്ത് വരുമെന്ന്. ഒരൊറ്റരെണ്ണം വന്നില്ല. കൃപ കിട്ടാനായിട്ട് എന്ത് ചെയ്യും ബ്രദർ എന്ന് പറഞ്ഞു തരുമോ? ചോദിച്ചില്ല. മക്കളെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, നീസിനെക്കുറിച്ച്, അമ്മയുടെ അപ്പൻ്റെ 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 അപ്പുറത്തെ കിടക്കുന്ന ആളെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു പോവാ. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നിങ്ങളെന്താ കണിയാനായിട്ടാണോ എന്നെ ഉപയോഗിക്കുന്നത്? ഈശോയെ വേണമെന്ന് ഒരെണ്ണം പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ നന്ദി കേട്ട വർഗ്ഗങ്ങളാണ്. അത്രയേ ഉള്ളൂ. ഈശോയെ വേണമെന്നോ കൃപ വേണമെന്നോ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നോ ഒരെണ്ണം ചോദിച്ചില്ല. കാരണം നിങ്ങളിപ്പോഴും നിങ്ങൾ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്ന മണ്ണിനടിയിൽ കിടക്കുക. നിങ്ങൾ എഴുന്നേക്കണില്ല. കുഴിച്ചു മൂടിയിട്ടിരിക്കുക സാത്താൻ നിങ്ങളെ. അവിടെ കിടന്നുകൊണ്ട് വീണ്ടും ചോദിക്കും. പെട്ടിക്കകത്ത് കിടന്നാലും നിങ്ങൾക്ക് ഇൻറ്റൻഷൻ തീരില്ല. സഹപാഠിക്കകത്ത് കിടന്നാലും നിങ്ങളുടെ നിയോഗങ്ങൾ തീരില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ പല ശുശ്രൂഷാ മേഖലകളും നിയോഗങ്ങൾ വെച്ച് വളരുക. നിയോഗങ്ങൾ വെച്ച് വളരുന്ന ശുശ്രൂഷ മേഖലകൾ ഇങ്ങനെ പെരുകാൻ കാര്യം എന്താണെന്നറിയോ? പറയുന്നില്ല, പറഞ്ഞ് ശരിയാവില്ല. നിയോഗങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. കൃപ ചോദിച്ച ഒരാൾ പോലും വരുന്നില്ല. ഈശോ ചോദിക്കുന്നത്, ഈശോ നമുക്ക് തരാൻ പറഞ്ഞത് എന്താ? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ചോദിക്കരുത്. കൂട്ടിച്ചേർക്കാം, ചോദിക്കരുത്. ബാക്കിയുള്ളത് ചോദിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. ബാക്കിയുള്ളത് ചോദിക്കാൻ, ബാക്കി കിട്ടുന്ന വേസ്റ്റ് ചോദിക്കാൻ നിൽക്കുന്നവരാണ് നമ്മൾ. വേസ്റ്റാ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ളതെല്ലാം വേസ്റ്റാണ്. ചോദിക്കുന്നത് എന്താണ്? ഏറ്റവും നല്ലതേ ചോദിക്കുകയുള്ളൂ.
ഏറ്റവും നല്ലത് ചോദിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു ജ്വല്ലറിയിൽ കയറി അവിടെ നല്ല ഡയമണ്ടിൻ്റെ ഉണ്ടാവും, ഗോൾഡിൻ്റെ ഉണ്ടാവും, ഏറ്റവും വില കൂടിയ ആഭരണങ്ങൾ ഇരിക്കുമ്പോൾ, ഏറ്റവും വില കുറഞ്ഞ എന്തെങ്കിലും മുത്തുകൾ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കൂ. വെറുതെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഏറ്റവും വില കൂടിയത്, ഏറ്റവും ഭംഗിയുള്ളതിനെ ചോദിക്കും. അപ്പോൾ അവർ പറയും ഇതും കൂടെ ഇരിക്കട്ടെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞു തരും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ ഓർഡർ ചെയ്താൽ അതിൻ്റെ കൂടെ ഒരു വട വെച്ചിട്ടുണ്ടാവും. മസാല ദോശ ഓർഡർ ചെയ്താൽ വട കിട്ടും, പക്ഷെ നമ്മൾ വടയും ചമ്മന്തിയും സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് കഴിക്കുന്ന വർഗ്ഗങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവജനമേ, ചോദിക്കേണ്ടത് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നടക്കണേ. ധ്യാനങ്ങളും ധ്യാനഗുരുക്കന്മാരുടെയും പുറകെ നിങ്ങളിങ്ങനെ നടക്കാൻ കാരണം ചോദിക്കേണ്ടതിനെ ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ടതിനെ ചോദിക്കണം. പത്രോസ് വിശ്വാസ പ്രഖ്യാപനം ചെയ്യുമ്പോഴും ഈശോ പറഞ്ഞു ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നെന്ന് ചോദിച്ചപ്പോൾ പറയുകയല്ല, പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ ഫ്ലൈറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന സീറ്റിൽ, തൊട്ടടുത്ത സീറ്റിൽ ആരാണോ അവരോട് സംസാരിക്കും. അതെൻ്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും അവരോട് സംസാരിക്കും. അവരോട് സംസാരിച്ച് അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തോണ്ടി ചെന്നുമ്പോൾ ഇവിടെ നിന്ന് അവിടെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഗ്യാപ്പിനുള്ളിൽ ഈ ആത്മാവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ട്രാവൽ മിസ്സാകുന്നില്ല. അവിടെ എനിക്ക് ഒരു എന്താ പറയുക, ഞാൻ എൻഗേജഡ് ആകാൻ പറ്റുന്നത്. എനിക്ക് ഫോണിൽ നോക്കിയിരിക്കാം. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ കിട്ടുമ്പോൾ ഇതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതിനോട് സംസാരിച്ച് സന്ദേശങ്ങൾ അത് അങ്ങോട്ട് കൊടുക്കും. ഞാൻ പറയും അമ്മയ്ക്ക് ഇങ്ങനെ അസുഖമുണ്ടല്ലോ, വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് ഹിന്ദുക്കളോ മുസ്ലിംസോ ആണെങ്കിലേ ചോദിക്കുകയുള്ളൂ. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഞാൻ വേണ്ടില്ല. പേര് ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ല, കാരണം ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് ചോദിക്കുന്ന ഈ യോഗങ്ങൾ, അതുകൊണ്ട് അവരോട് പറയില്ല. വിജാതീയനാണെങ്കിൽ ചെന്ന് ചോദിക്കും ഇങ്ങനെ ഒരു പ്രശ്നം കുടുംബത്തിലുണ്ട് ഇങ്ങനെ. അപ്പോൾ അവരോരോന്നും ചോദിക്കുമ്പോൾ ഞാൻ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഈ വചനം വായിച്ചാൽ മതി. അപ്പോൾ വചനം എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഞാൻ VOC ബൈബിൾ ഡൗൺലോഡ് ചെയ്യണ കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഈ വചനം എടുക്കുന്നതെല്ലാം പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവരവിടെ ഇറങ്ങുമ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നല്ല ഭാരമായിരുന്നു, നല്ല ഫ്രീ ആയി എന്ന് പറയും. ഇയാളുടെ പേരെന്താണ് എന്ന് ചോദിക്കാം. ഞാൻ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പോരും. അല്ലാതെ ബ്രദറാണെന്നോ അച്ഛനാണെന്നോ സഹോദരനാണെന്നോ സഹോദരി ഒന്നും പറയില്ല. പേര് പറഞ്ഞിട്ട് പോരും. പേര് മതി. അത് നിങ്ങൾക്കും പറ്റും പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്കും പറ്റും. അത് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ഒരു ആത്മാവിനെ നേടിക്കഴിയുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ആ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പറയും കർത്താവേ, ഞാൻ ആ ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ ആ വ്യക്തിക്ക് നിന്നെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് തിരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടണം. അതപ്പം തന്നെ റെഡിയും ചെയ്യും. ആ ശുശ്രൂഷയ്ക്ക് അത് ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശുശ്രൂഷയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഞാനൊരു എന്താ പറയുക, ഒരു 300 ദിവസം പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതിൻ്റെ അഭിഷേകം ഈ ഒരൊറ്റ ആത്മാവിനെ നേടുമ്പോൾ എനിക്ക് കിട്ടും. ഞാനൊരു 50 കൊന്ത ചൊല്ലിയാൽ കിട്ടാത്ത അഭിഷേകം ഓരോ ആത്മാവിനെ നേടുമ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എൻ്റെ പ്രാർത്ഥന അന്നത്തെ പ്രാർത്ഥന അതാ. ഫ്രീ ആയിട്ട് എനിക്ക് നേരെ ശുശ്രൂഷിച്ചെന്ന് അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങളും തമ്പുരാൻ പ്രവർത്തിക്കാൻ ഈ ഒരു എന്താ പറയുക, ഒരു മിനി മിനിസ്ട്രി ചെയ്യണം. ഒരു മിനി മിനിസ്ട്രി ചെയ്ത് കഴിയുമ്പോൾ വലിയ മിനിസ്ട്രിയിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ച് കയറ്റും. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്തത കാണിക്കുന്നതനുസരിച്ചാണ് കർത്താവ് നമ്മളെ കരങ്ങൾ പിടിച്ച് കയറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസ്തത കാണിക്കുന്നതനുസരിച്ചാണ്. വിശ്വസ്തത കാണിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസ്തത കാണിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കും പറ്റും. പോകുന്ന സ്ഥലങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം ഈശോയെ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോകല്ലേ. പോകുന്ന സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെല്ലാം ഈശോയെ ആഗ്രഹിക്കുന്നവരുണ്ട്. എവിടെ നിന്ന് ഒരാശ്വാസം കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ. എവിടെ നിന്നൊരാശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങളുടെ അന്നത്തെ പ്രാർത്ഥന അതാണ്. നിങ്ങൾ ലക്ഷ്യമില്ലാതെ പല വിചാരത്തോട് ചെല്ലുന്ന പ്രാർത്ഥനയേക്കാൾ എത്രയോ വലിയ ആഴമേറിയ പ്രാർത്ഥനയാണ് ഒരാൾക്ക് ഈശോയെ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയോ? നിങ്ങളൊരു കൊന്ത ചൊല്ലിയാലും 53 മണികൾ അതിനകത്തുള്ളൂ. ഈ 53 മണികളിൽ 53 ചിന്തകളിലേക്ക് സാത്താൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് ആ കൊന്ത അവസാനിപ്പിക്കുകയുള്ളൂ. പല വിചാരത്തിൽ നീ ഒരു വ്യക്തിക്ക് ഈശോയെ കൊടുക്കുമ്പോൾ അവിടെ പല വിചാരമില്ല, അവിടെ നിനക്ക് തെറ്റായ ചിന്തകളില്ല. അവൻ ഈശോയെ കൊടുക്കുമ്പോൾ നിനക്കവിടെ നിൻ്റെ ആത്മാവിനെ
അവൻ ഈശോയെ കൊടുക്കാൻ വേണ്ടി നിൻ്റെ ആത്മാവിനെ നിൻ്റെ മാലാഖമാരിങ്ങനെ പരിപോഷിപ്പിച്ച് അതിലേക്ക് പരിശുദ്ധ മറിയം ഈശോയെ ആ സമയത്ത് നിൻ്റെ അടുത്ത് വന്ന് നിന്നെ ഇങ്ങനെ ബലപ്പെടുത്തും. കാരണം അവൻ ആഗ്രഹിക്കുന്ന പണി നീ ചെയ്യുക. അപ്പോൾ നിനക്ക് ബലപ്പെടുത്തി, നിനക്ക് ജ്ഞാനവും അവനോട് സംസാരിക്കാനുള്ള വിവേകവും ഭാഷയും എല്ലാം കഴിവും തരും ആ സമയം. അതാണ് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ഈശോയെ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ. ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല പ്രാർത്ഥന, ഇത് വലിയ മിനിസ്ട്രിയിൽ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിട്ടുന്ന ഒരെണ്ണത്തിന് എനിക്കിഷ്ടം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിലവർ നമ്മളോട് മറുതലിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. നമ്മളോടിങ്ങനെ എല്ലാം തർക്കിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എനിക്ക് അവരോട് കൂടുതൽ ഇഷ്ടമാണ്. കാരണം അപ്പോൾ ഞാനും അവരുടെ തർക്കത്തിന് ആൻസർ ചെയ്യാൻ ദൈവം ജ്ഞാനം കൊണ്ട് എന്നെയും നിറയ്ക്കും. അപ്പോൾ അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് പിന്മാറാം. അപ്പം ഞാൻ പറയും, പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തണമേ, ഇവൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പരിശുദ്ധാത്മാവെ ജ്ഞാനം നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ സമയം. അതല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ കർത്താവ് തോറ്റുപോകൂലേ? അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ആൻസർ ചെയ്തില്ലെങ്കിൽ തോക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന എൻ്റെ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവേ ഇതിൻ്റെ മറുപടി നീ എനിക്ക് നൽകണമേ, ഇതിൻ്റെ മറുപടി നീ എനിക്ക് നൽകണമേ. വലിയ പ്രാർത്ഥന അവിടെ നടക്കുക. ഇതിനൊരെണ്ണത്തിന് ഈശോയെല്ലാം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു ഹീലിങ്ങോ, അവരുടെ ആവശ്യം ഇന്ന സമയം ഇന്ന തീയതിയിൽ ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് ചില വ്യക്തികളാണെങ്കിൽ പറ്റുമെന്ന് തോന്നി എന്നെ ശല്യപ്പെടുത്തിയില്ല എന്ന് തോന്നി ഞാൻ നമ്പർ കൊടുത്തിട്ട് പറയും, ഇത് നടന്നില്ലെങ്കിൽ നീ എന്നെ വിളിച്ചോ, ഇത് നടന്നാൽ നീ എന്നെ വിളിക്കരുത് എന്ന് പറയും. നടന്നില്ലെങ്കിൽ മാത്രം വിളിക്കാൻ പറയും. കോള് വന്നിട്ടില്ല ഇന്ന് വരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കോള് വരരുത്, വിളിക്കരുത്. കാരണം നടന്നിട്ടുണ്ടാകണം. അതാണ് നമ്മൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം അതാണ്. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം അതാണ്. വിജാതിയർക്ക് ഈശോയെ കൊടുക്കണം പ്രിയപ്പെട്ടവർ, വിജാതിയർക്ക് ഈശോയെ കൊടുക്കണം. യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ കൊടുക്കണം. യേശുവിനെ അറിയാവുന്ന നിങ്ങൾക്ക് ഞാനെന്ത് തരാനാ? കുറേ ഞാനിങ്ങനെ പ്രസംഗിച്ചു കൂട്ടി, നിങ്ങൾ കുറേ കേട്ടു. നിങ്ങൾ ഈ ഗേറ്റിന് പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു വൈബ് മാറി വേറൊരു വൈബിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഈ കേട്ടതൊന്നും പിന്നെ നിങ്ങൾ റിക്കളക്ട് ചെയ്യുന്നില്ല. അത് അത്രയേ ഉള്ളൂ, അതവിടെ തീർന്നു. പിന്നെ നിങ്ങളത് റിക്കളക്ട് ചെയ്യുന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുകയാണ്. ഇത് ഓർത്തിരിക്കാനാണോ നിങ്ങൾക്ക് നേരം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭ എന്നേ രക്ഷപ്പെട്ടേനെ. ഇത് ഓർത്തിരിക്കാൻ നമുക്ക് ഇവിടെ നിന്നാ നേരം? ഇവിടെ വന്നതുപോലും നിങ്ങൾ വീട്ടിലേക്കാരെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനാ നിങ്ങൾ ഇവിടെ വന്ന് ദൈവത്തെ കാണാൻ വന്നവർ ആരും ഈ കൂട്ടത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ആവശ്യങ്ങളായിട്ടാണ്. ബ്രദറെ ഇവിടെ ഒരു വേദനയാണ്, ബ്രദറെ ഇവിടെ ഇതുമായിട്ട് നിങ്ങൾ വന്നിരിക്കുന്ന വേറൊന്നും കൊണ്ടാണ്. ഈ ഒരു നിങ്ങൾ ഇങ്ങനെ കറക്കി കാണിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഇവിടെയില്ല, ഈ കൈ എത്തില്ല, എന്നാലത് എത്തിച്ച് വളച്ച് ബ്രദറെ ഇവിടെയില്ല ഈ പോയിന്റ്. എന്തിനാ പ്രിയപ്പെട്ടവരെ? കർത്താവിന് നിങ്ങളെ പോയിന്റ് കാണിക്കാൻ വന്നാണോ? കർത്താവിന് നിങ്ങളെ പോയിന്റൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നാണോ? കർത്താവിന് കാണണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഞാൻ ശുശ്രൂഷ ചെയ്യണ സമയത്ത് ഒരു സ്ത്രീ അധികം പ്രായമൊന്നുമില്ല, അവൾക്ക് നെറ്റിയിൽ കുറിച്ചൊരു എനിക്ക് മൈഗ്രൈൻ, എൻ്റെ തല പൊട്ടിപ്പോവെന്ന് പറഞ്ഞ് നിൽക്കുക. തല പൊട്ടിപ്പോകണം നേരത്തെ തലയിൽ കഴിച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ എന്നെ കാണാൻ ടോക്കൺ എടുക്കണം, ടോക്കൺ സിസ്റ്റമാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക. അതിനിടയിലാണ് ഇവൾ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്നത്. തലവേദന ഇട്ടിട്ട് പറഞ്ഞാൽ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചവിടെ തലയും കറങ്ങി അവിടെ വീണു. അവിടെ ഹായ് തലവേദന പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ബ്രദർ പോവും. അപ്പോൾ ഞാൻ നീ പോയിക്കോ എന്ന് പറഞ്ഞു. ഇല്ല ഒറ്റ കാര്യം ഞാൻ വെച്ചാൽ എന്താ കാര്യം? എടി നീ പോവും, ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യും. ഇല്ല ഞാൻ വെച്ചാൽ എന്താ കാര്യം? എനിക്ക് പൈൽസിൻ്റെ അസ്വസ്ഥതയുണ്ട് ബ്രദർ, പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ ഇത്രയും പേരെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു, തളർന്ന് ചെയറിലിരിക്കുക. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് ശ്വാസം കിട്ടില്ല. കുറച്ച് നേരം മൈൻഡിങ് പ്രെയർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശ്വാസം കിട്ടില്ല, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാനത് കാണിക്കാറില്ല, അവരോട് ഞാനത് പറയാറുമില്ല. മാക്സിമം ഓടണത്ര ഓടട്ടെ, എവിടെയെങ്കിലും വീഴുമ്പോൾ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കും. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാതെ കണ്ണടച്ച് ഞാൻ വെട്ടുക, യേശുവിൻ്റെ നാമത്തിൽ വിട്ടു പോട്ടെ, പൈസ സൗഖ്യമാക്കപ്പെടട്ടെ. ഞാൻ നോക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് അവളിതിങ്ങനെ നിൽക്കുക എൻ്റെ മുന്നിൽ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. തലവേദന മാറാൻ ഞാൻ തലയിൽ കൈവെക്കണമെങ്കിൽ, പൈൽസ് മാറാൻ ഞാൻ എവിടെ കൈവെക്കണം? ആ ഭാഗം എനിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക. ക്രിസ്ത്യാനികളുടെ വിശ്വാസം ആ പോയിന്റിലാണ് അവരുടെ വിശ്വാസം ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ഇതാണ്. ഞാൻ പറഞ്ഞത് ബ്രദറെ, ഈ പോയിന്റിൽ ഇതിവിടെ ഇന്നലെ വന്നതാണ്. ഞാൻ പറയുന്നില്ല, ആൾ മുമ്പ് ഇരിക്കുന്നതാണെങ്കിൽ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ആ മുതുകത്തല്ല, അല്ല ദീ പോയിന്റ്. എന്ത് പോയിന്റാ പ്രിയപ്പെട്ടവരെ? അവർ ആ പോയിന്റിലേക്ക് അവരുടെ കൈ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഹീലിംഗ് കിട്ടിയെന്നല്ലേ അർത്ഥം, അല്ലെങ്കിൽ കൈ അവിടെ എത്തുമോ? ഓക്കെ, കൈ അവിടെ എത്തില്ലല്ലോ. ആ പോയിന്റിൽ പെയിൻ ഉണ്ടെങ്കിൽ കൈ വളഞ്ഞ് അവിടെ എത്തുമോ? എത്തില്ല. എന്നിട്ട് ആ പോയിന്റിലേക്ക് ആ നടുവിരൽ അവിടെ എത്തിക്കാൻ സ്ത്രീപ്പെട്ട പാട്. പ്രിയമുള്ള ദൈവജനമേ, ഇതിലൊന്നുമല്ല വിശ്വാസം ഇരിക്കണേ, ഇതിലൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു തരുന്ന അനുഗ്രഹത്തിലല്ല നീ വിശ്വസിക്കേണ്ടത്, ആ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് കിട്ടുന്നതാണ് അനുഗ്രഹം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവനിൽ നിന്ന് പുറപ്പെടുന്ന അനുഗ്രഹത്തിൽ നീ വിശ്വസിക്കണ്ട, അത് നിനക്ക് ബോണസായിട്ട് കിട്ടുന്നതാ. നാമത്തിലേ വിശ്വസിക്കാൻ പാടുള്ളൂ, കൃപകളിലല്ല. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് കിട്ടുന്നതാണ് കൃപ. ഹല്ലേലൂയ. കൃപയിൽ നീ വിശ്വസിക്കണ്ട, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് കൃപ. കൃപ നിനക്ക് ക്രെഡിറ്റ് ആയാൽ അത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് നിന്നിലേക്കെത്തി, പിന്നെ അത് നിൻ്റെയാ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട കൃപ നിന്നിലേക്കെത്തി, അത് നിന്നിൽ നിൽക്കുക. ഇത് പിന്നെ നിൻ്റേതാണ് ഈ കൃപ. ഇതിനെ പിന്നെ നീയാണ് പരിപോഷിപ്പിക്കേണ്ടത്. രോഗസൗഖ്യവരം ദൈവം തന്നു. ഈ രോഗസൗഖ്യവരം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രോഗസൗഖ്യവരം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു, ദൈവം എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ വീണ്ടും ചെന്നിട്ട് ഇത് റീചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ കിട്ടിയ വരത്തെ വീണ്ടും ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ ഉപവാസം കൊണ്ട്, എൻ്റെ ഉറക്കം നിന്ന് ജാഗരണ പ്രാർത്ഥന കൊണ്ട് ഈ വരത്തെ വീണ്ടും ഞാൻ ഇങ്ങനെ തിളക്കമുള്ളതാക്കി പോളിഷ് ചെയ്ത് ഇതിനിങ്ങനെ വീണ്ടും തിളക്കമുള്ളതാക്കണം. പിന്നെ കർത്താവ് അതിനുവേണ്ടി ഒന്നും ചെയ്യില്ല, പിന്നെ ഈശോ അതിനുവേണ്ടി ഒന്നും ചെയ്യില്ല. ഒരു തവണ നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പിന്നെ നീ ചെയ്യണം. പിന്നെയും ദൈവമേ ഈ വര ഇത്രയും കൂടി ഒന്ന് ബലപ്പെടുത്തി ഇതിൻ്റെ അപ്ഗ്രേഡ് വേർഷൻ ഒന്ന് താന്ന് പറഞ്ഞാൽ തരില്ല. ഇത് ഞാൻ ഇത് കിട്ടി ബ്രദറെ, ഈശോയെ ഇനി ഇതിൻ്റെ അപ്ഗ്രേഡ് വേർഷൻ്റെ അടുത്ത വേർഷൻ ഒന്ന് തരാമോ? നമ്മൾ ഈ ഐഫോണിൽ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഓരോന്ന് അടുത്ത തല നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കർത്താവ് അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ല. നിനക്ക് കിട്ടിയ കൃപകളിൽ നിന്ന് നിനക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. എക്സ്പാൻഷൻ കർത്താവ് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കിട്ടിയ കൃപ അതിനെ പോളിഷ് ചെയ്യേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വം ആണ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസിനോട് ഈശോ പറഞ്ഞു, ഞാൻ ആരെന്നാണ്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു. യേശു അവനോട് പറഞ്ഞു എന്ന് പറയുന്നതും, യേശു കൽപ്പിച്ചു എന്ന് പറയുന്നതും, യേശു അരുൾ ചെയ്തു എന്ന് പറയുന്നതും ഓരോന്നിന് ഓരോ മീനിങ്ങാണ്. ഇവിടെ പത്രോസിനോട് യേശു അരുൾ ചെയ്തു. എവിടെയെല്ലാം യേശു അരുൾ ചെയ്തു എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ അതിന് മുൻപ് ആ വ്യക്തി യേശുവിനോട് പറഞ്ഞതിൽ യേശുവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടായിട്ടുണ്ടാകും. ഹല്ലേലൂയ. അരുൾ ചെയ്തു എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരാണോ ദൈവത്തോട് സംസാരിച്ചത് ആ വ്യക്തി പറഞ്ഞതിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമോ ഒരു ഘടകമോ ഉൾച്ചേർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് യേശു പറയുന്ന മറുപടിയിൽ നമ്മൾ അതിൽ ഞാനെന്ന് പറയുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. യേശു പറയുന്ന മറുപടിയിലാണ് ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യേശു പറയുന്ന മറുപടിയിൽ യേശു നമ്മളോട് പറയുന്ന മറുപടി എന്താ? അരുൾ ചെയ്തെന്നാണോ, പറഞ്ഞു എന്നാണോ, കൽപ്പിച്ചു എന്നാണോ, ശാസിച്ചു എന്നാണോ? ഇത് ഈ മറുപടി വരാൻ കാരണം എന്താ? അതിന് തൊട്ട് മുമ്പ് ഞാൻ പ്രസൻറ്റ് ചെയ്തതനുസരിച്ചല്ലേ ആ മറുപടി വരുള്ളൂ. അപ്പം അതിനു മുമ്പ് തൊട്ട് മുമ്പ് ഞാൻ പ്രസൻറ്റ് ചെയ്തത് എന്താ? ഇത് തന്നെയല്ലേ നമ്മൾ സമർപ്പിക്കുന്ന ഇൻറ്റൻഷനിലും നടക്കുന്നത്, നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയിലും നടക്കുന്നത്? ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? യേശുവിൽ നിന്ന് നമ്മളൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ക്യാൻസറാണ്. ഈ ക്യാൻസർ ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നതിന് മുൻപ് യേശു പറയേണ്ട മറുപടി എന്താണോ അതാണ് ഞാൻ ധ്യാനിക്കേണ്ടത്. ഹല്ലേലൂയ. എനിക്ക് പേഴ്സണലി ഒരു ഇൻറ്റൻഷൻ, ഒരു നിയോഗം എനിക്ക് വന്നാൽ ഞാൻ ചെയ്യുന്നത് അതാ. എനിക്ക് വരുന്ന നിയോഗമെല്ലാം ഒറ്റ നിയോഗം എനിക്ക് മിക്കപ്പോഴും വരുന്നത്.
ആ നിയോഗം ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ട് ഇത് ഞാൻ കർത്താവിലേക്ക് സമർപ്പിക്കാൻ ഞാനിത് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പറിൽ ആദ്യം ഇത് എഴുതും. നിങ്ങളത് എഴുതിയെടുക്കണ്ട, ഞാൻ ചെയ്യുന്ന രീതി ഒന്നും എഴുതിയെടുക്കണ്ട, അതെൻ്റെ രീതികളാണ്. ഒരു വൈറ്റ് പേപ്പറിൽ ഞാനിത് ആദ്യം എഴുതും. ഈ നിയോഗത്തെ ഞാൻ എഴുതി വെക്കും. ഈ നിയോഗത്തെ എഴുതി ആ നിയോഗം ഇങ്ങനെ എഴുതി എൻ്റെ ബൈബിളിൻ്റെ അടിയിൽ അതിങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കും. ഇരുന്നിട്ട് ഈ ചെല്ലിയ കൊന്ത ഞാൻ ആ നിയോഗം എഴുതിയിരിക്കുന്നതിന് മീതയിൽ ഈ കൊന്ത ഞാൻ എടുത്തു വയ്ക്കും. എടുത്തു വെച്ചിട്ട് ഇത് ഈശോയിലേക്ക് സമർപ്പിക്കണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. മെസ്സേജ് എടുക്കില്ല. എനിക്ക് എൻ്റെ കാര്യത്തിന് സന്ദേശം എടുത്ത് പ്രാർത്ഥിക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് മെസ്സേജ് എടുക്കില്ല. അത് കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിക്കണോ, എന്ത് ചെയ്യും ഈശോയെ, ഇത് സമർപ്പിച്ചാൽ ഞാൻ കുറ്റക്കാരനാകുമോ, നിയോഗം സമർപ്പിക്കാൻ ഭാരമാണ്, അതുകൊണ്ട് സമർപ്പിച്ച പ്രശ്നമാകുമോ ദൈവമേ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇത് സമർപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ നിയോഗം സാധിച്ച് കിട്ടാൻ ദൈവം എന്നോട് ഇങ്ങനെ മറുപടി തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ട്. അപ്പോൾ ആ മറുപടി ദൈവം എന്നോട് പറയാൻ ദൈവത്തെ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും? പിന്നെ എൻ്റെ ചിന്ത അടുത്തത് അതാ, ആ മറുപടി. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞുവെന്നോ യേശു പറഞ്ഞുവെന്നോ യേശു കൽപ്പിച്ചുവെന്നോ യേശു ശാസിച്ചുവെന്നോ യേശു അരുളി ചെയ്തുവെന്നോ ഏത് മറുപടിയാണ്? ഞാനിപ്പോൾ ബൈബിൾ എടുത്തിട്ട് യേശുവിനോട് കുറേ പേര് പറഞ്ഞു, കുറേ പേര് കർത്താവിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരോട് യേശു പറഞ്ഞു, അവരോട് യേശു കൽപ്പിച്ചു, അവരെ യേശു ശാസിച്ചു, അവരോട് യേശു അരുളി ചെയ്തു. ഞാൻ ഈ യേശു പറഞ്ഞു എന്ന് പറയുന്ന മറുപടി എടുത്തിട്ട് ഇതെന്താ ഓരോന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഞാനിങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നത്, നീ യേശുവിൽ നിന്ന് എന്തു മറുപടി പ്രതീക്ഷിക്കുന്നുവോ നിൻ്റെ ആവശ്യത്തിന്, ആ മറുപടി കിട്ടാൻ അവനെ നിനക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എൻ്റെ ഇൻറ്റൻഷന് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ അവനെ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും ഞാൻ ചിന്തിക്കുന്ന അതാ. അപ്പോൾ ഈശോ പറയും, അപ്പോഴാണ് എൻ്റെ മുന്നിൽ ആ ദിവസങ്ങളിൽ, അന്ന് തന്നെയല്ല, ആ സെക്കൻഡിലല്ല, ആ ദിവസങ്ങളിൽ ഒന്നെങ്കിൽ ആ വീക്കിൽ ഈ ഇൻറ്റൻഷൻ എനിക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു അവസരം, ശുശ്രൂഷ മേഖല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ കോള് എനിക്ക് വരും. ആ ഫോൺ കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ അതെന്നെ കൊണ്ട് പറ്റാത്തതായിരിക്കുള്ളൂ. എൻ്റെ കൃപയ്ക്ക് മുകളിലുള്ള കൃപ വേണം എന്ന് എനിക്ക് തോന്നുന്ന കാര്യമായിരിക്കും ആ കോള് വരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന തിരുഹൃദയത്തിൻ്റെ മുഖത്തേക്ക് ഞാനൊരു നോട്ടം നോക്കും. ചങ്ക് പൊട്ടിയോ ദേഷ്യപ്പെട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഈ ഒരു ടാസ്ക് വേണ്ടായിരുന്നു ഈശോയെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താലാണ് ഞാൻ സമർപ്പിച്ച ഈ ആൻസർ എനിക്ക് കിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇതൊരു കാൽക്കുലേഷനാണ്. ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കണം കർത്താവിന്. ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് കൊടുത്താലേ എൻ്റെ പ്രോബ്ലത്തിന് എനിക്ക് ആൻസർ കിട്ടുള്ളൂ. ആ പ്രോബ്ലം കർത്താവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തരും. അപ്പോൾ അയാൾക്ക് വേണ്ടി ഞാൻ പിന്നെ പ്രയർ സ്റ്റാർട്ട് ചെയ്യുക. അയാൾക്ക് വേണ്ടി ഞാൻ പ്രയർ സ്റ്റാർട്ട് ചെയ്ത് അയാളുടെ ഏത് അവസ്ഥകളിൽ എങ്ങനെ എന്ത് കാരണം ആ പ്രയർ സ്റ്റാർട്ട് ചെയ്ത് അത് സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ പ്രശ്നം ഇവിടെ അതിന് പിറ്റേ ദിവസം കർത്താവ് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട് ഇന്നുവരെ. ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങൾക്കൊരു ഇൻറ്റൻഷൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ, മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, മറ്റുള്ളവർ നിങ്ങളെ കരയിപ്പിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നീ സമർപ്പിച്ച നിയോഗം സോൾവ് ചെയ്ത് കിട്ടാൻ നീ ഈ സഹനത്തിലൂടെ പോയേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും ഈ പ്രോബ്ലവും നമ്മൾ സമർപ്പിച്ച നിയോഗവും നമ്മൾക്കിപ്പോൾ വന്ന സഹനവുമായിട്ട് നിങ്ങളൊന്ന് ക്ലബ് ചെയ്യും. അല്ലാതെ ഈ സഹനം വേറെ ആയിട്ട് അതിനുവേണ്ടി കരഞ്ഞുകൊണ്ടിരുന്ന് വീണ്ടും ഇതിനുവേണ്ടി പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ. നിങ്ങളൊരു നിയോഗം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു സഹനമോ കഷ്ടതയോ ദുഃഖമോ ദുരിതമോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗം സോൾവ് ചെയ്യപ്പെടണമെങ്കിൽ ഈ അനുഭവത്തിലൂടെ ഈ ചെങ്കടൽ നീ കടന്നേ പറ്റുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. 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 അപ്പോൾ അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന പ്രോബ്ലമാണ് നീ സോൾവ് ചെയ്യേണ്ടത്. നിൻ്റെ പ്രോബ്ലം ദൈവത്തെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിക്കാൻ നിൽക്കല്ലേ. നിൻ്റെ പ്രോബ്ലം ദൈവത്തെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത്. നിൻ്റെ പ്രോബ്ലം അവിടെ ഇരിക്കട്ടെ. ദൈവം തന്ന പ്രോബ്ലം നീ സോൾവ് ചെയ്യും.
അതാണ് നിൻ്റെ ആഗ്രഹം, അതാണ് നിൻ്റെ ആവശ്യം. കടബാധ്യതകൾ വരുമ്പോൾ നമ്മളൊരു വചനം എടുത്ത് അപ്പോൾ തന്നെ അത് 1000 തവണ എഴുതുകയാണ്. ദുഃഖം വരുമ്പോൾ വചനം എടുത്ത് 1000 തവണ എഴുതുകയാണ്. വചനത്തെ നമ്മളങ്ങനെ മലിനമാക്കി വെച്ചിരിക്കുക. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ എന്ത് വന്നാലും, എന്ത് ബാധ്യത വന്നാലും കടം വേറെയാണ്, കടബാധ്യത വേറെ. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തീർക്കാൻ പറ്റുന്നതാണ്. എനിക്ക് 50 ലക്ഷം രൂപ കടമുണ്ട്, എനിക്കതിൽ കൂടുതലുണ്ട് കേട്ടോ. 50 ലക്ഷം രൂപ കടമുണ്ട്. ഈ 50 ലക്ഷം രൂപ കടം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ചടവിനുള്ള ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് സാലറി ഉണ്ട്. എൻ്റെ സാലറിയിൽ നിന്ന് ഈ 50 ലക്ഷത്തിലേക്കുള്ള കടം നീക്കെത്താൻ എല്ലാ മാസവും കട്ടിങ് പോകുന്നുണ്ട്. ഇത് കടമാണ്, ഇതൊരിക്കലും കടബാധ്യതയല്ല. ഹല്ലേലൂയ, ഇത് കടമാണ്. എപ്പോഴെങ്കിലും എൻ്റെ ഈ 50,000 അല്ലെങ്കിൽ 1 ലക്ഷത്തിൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് ഈ 50 ലക്ഷം എനിക്ക് കടബാധ്യതയാകുന്നുള്ളൂ. ഹല്ലേലൂയ. അവിടെ മാത്രമേ ഈശോയ്ക്ക് നിന്നിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമുള്ളൂ. ആദ്യത്തെ കടത്തിൽ നിന്നെക്കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ്. കർത്താവിനോടെ വരേണ്ട ആവശ്യമില്ല. കർത്താവിനോടെ വന്ന് നിന്നെ സഹായിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കടമുണ്ടോ, ഈ ഒരു ജോലി നിനക്ക് തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് നീ അത് വീട്ടിൽ തീർക്കണം, ബാക്കി എക്സ്പെൻസ് നീ ചുരുക്കണം, അത്രയേ ഉള്ളൂ. കർത്താവ് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ കടം ഇത്ര നിൽക്കുമ്പോൾ നിൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് നിയോഗമാണ്. കാരണം ഈ ജോലി ഉണ്ടെങ്കിലേ എനിക്ക് ആ കടം വീട്ടാൻ പറ്റുള്ളൂ. അതാണ് നിയോഗം. ആമേൻ, ഹല്ലേലൂയ. ആദ്യത്തെ 50 ലക്ഷത്തിൻ്റെ ലോൺ എന്നെ സംബന്ധിച്ച് നിയോഗമല്ല. കാരണം അത് സോൾവ് ചെയ്ത് പോകുന്നുണ്ട് എല്ലാ മാസവും. അത് നിയോഗമാകുന്നത് എങ്ങനെയാണ്? അത് ആർത്തിയാണ്. ആർത്തി പണ്ടാരങ്ങളാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ആർത്തിയാണ്. തലവേദന എന്ന് പറയുമ്പോൾ ഒരു പാമ്പരട്ടിയാൽ മതി പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണ്ട. അത് ബ്രെയിനിൽ ട്യൂമർ ആകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ഇങ്ങനെയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഇഗ്നോർ ചെയ്ത് കളയുക. നിങ്ങൾ അതൊന്നും പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങളായിട്ട് ചെറിയ കാര്യങ്ങളൊന്നും എടുക്കരുത്. അതൊന്നും ബാധ്യതയാകുന്നില്ല. ബാധ്യതയാകുന്നത് മാത്രമേ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കേണ്ടതുള്ളൂ. ബാധ്യതയല്ലാത്തതൊന്നും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കരുത്. നിന്നെക്കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. നിന്നെക്കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. നിന്നെക്കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. നിനക്ക് എത്രത്തോളം സഹനങ്ങൾ തരുന്നുവോ ആ സമയത്ത് നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹനത്തിൽ നിന്നുകൊണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് വീണ്ടും പറയുന്നുണ്ട്, നീ യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. അവിടെ ഭാഗ്യവാൻ എന്ന് കൊടുത്തിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപാട് സ്ഥലത്തൊന്നും ക്രിസ്തു അങ്ങനെ വിളിച്ചിട്ടില്ല. ക്രിസ്തുവിൽ നിന്നൊരാളെ ഭാഗ്യവാൻ എന്ന് വിളിക്കണമെങ്കിൽ ആ പത്രോസിൻ്റെ ഭാഗ്യം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ക്രിസ്തു ഒരാളെ ഭാഗ്യവാൻ എന്ന് വിളിക്കണമെങ്കിൽ ആ വിളി കേൾക്കുന്ന വ്യക്തിയുടെ അവൻ്റെ സ്പിരിച്വൽ റെലം എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഭാഗ്യവാനെന്ന് യേശുവാണ് വിളിച്ചത്, മനുഷ്യരല്ല. യേശു വിളിക്കുകയാണ് നീ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ്? ദൈവത്തെ പ്രഖ്യാപിച്ചത് കൊണ്ട് നീ ഭാഗ്യവാനായതാണ്. ദൈവത്തെ പ്രഖ്യാപിച്ചു നീ, അതുകൊണ്ട് നീ ഭാഗ്യവാനായി. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഓഫർ തരിക. ഇത് തന്നെയാണ് സോളമന് ദൈവം കൊടുത്തത്. സോളമൻ ചോദിച്ചത് എന്താണ്? സോളമൻ മറ്റൊന്നും ചോദിക്കുന്നില്ല, ജ്ഞാനത്തെ ചോദിച്ചു. അവിടെയും സോളമനിൽ ദൈവം സംപ്രീതനായി. ഇൻറ്റൻഷൻ ചോദിക്കാത്തിടത്തെല്ലാം കർത്താവ് ഹാപ്പിയാണ്. രക്തസ്രാവക്കാരിയിൽ കർത്താവ് ഹാപ്പിയായിരുന്നു. കാരണം അവളും ഈശോയോടൊന്നും ചോദിച്ചില്ല. കർത്താവിന് ശക്തി പുറപ്പെട്ടു. ഓട്ടോമാറ്റിക്കലി ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുറപ്പെട്ടോളും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളെടുത്തേ, ഇങ്ങനെയുള്ള അഭിഷേകങ്ങളെടുത്തേ. അവിടെയൊന്നും അവരാരും അവരുടെ ഭൗതിക ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിരത്താതെ തന്നെ ആവശ്യങ്ങൾ നേടിയെടുത്തു. പ്രിയമുള്ളവരെ, ആബേലിൽ ദൈവം പ്രസാദിച്ചു. എന്നിട്ടും ആബേലിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, അവൻ കൊല്ലപ്പെട്ടു. അപ്പോൾ ദൈവം പ്രസാദിച്ചാൽ ഞാൻ സംരക്ഷിക്കപ്പെട്ടു എന്നർത്ഥമില്ല. ഒരുപക്ഷെ ദൈവം പ്രസാദിക്കുമ്പോൾ നിൻ്റെ ജീവൻ എടുത്തിട്ട് ദൈവം പ്രസാദിക്കും. ആബേലിലും എൻ്റെ കാഴ്ച സമർപ്പണത്തിലും ദൈവം പ്രസാദിച്ചു. ദൈവം പ്രസാദിക്കുമ്പോൾ നിനക്ക് ചുറ്റുമുള്ളവർ അസൂയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കായേൻ ആബേലിനെ കൊന്നു. ഇത് തന്നെയാണ് എന്നിൽ ദൈവം ഒരു
പുതിയ കൃപ തരുമ്പോൾ ദൈവത്തിന് സന്തോഷമുണ്ട്. പക്ഷേ എന്നോട് ചുറ്റിപ്പറ്റി ഇരിക്കുന്ന അരൂപികൾക്കത് സന്തോഷത്തിനല്ല ഇട നൽകുന്നത്. ഇതെന്നെ ഈ ശുശ്രൂഷയിൽ നിന്ന്, ഈ കൃപയിൽ നിന്ന് വീഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് കുടുംബത്തെ മാറ്റുക എന്നുള്ളതാണ് സാത്താൻ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന പ്രഥമമായിട്ടുള്ള കാര്യം. ഒരു കുടുംബത്തെ തകർക്കാൻ സാത്താൻ ആദ്യം വയ്ക്കുന്ന ചെക്ക് കുടുംബ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യിക്കലാണ്. കുടുംബ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യിക്കും. കുടുംബ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യിച്ചതിന് ശേഷമേ ആ വീട്ടിലേക്ക് അവൻ രംഗപ്രവേശനം ചെയ്യുള്ളൂ. ആ വീട്ടിലേക്ക് അവൻ രംഗപ്രവേശനം ചെയ്യണേ ആദ്യം കുടുംബ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യിക്കാൻ വൈകിട്ട് 6 മണി കഴിഞ്ഞുള്ള തിരക്കുകൾ, ആവശ്യങ്ങൾ, ഫങ്ഷനുകൾ ആ വീട്ടിൽ നൽകും. മീറ്റിങ്ങുകൾ, ഓരോ കാരണം പറഞ്ഞുകൊണ്ട് വൈകിട്ട് തിരക്ക് കൂട്ടാൻ സാത്താൻ എല്ലാ കുടുംബങ്ങളിലും പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ പത്രോസ് കർത്താവിനോട് പറയുമ്പോൾ പ്രഖ്യാപനം നടത്താനായിട്ട് എടുത്തതൊരു സിനഗോഗോ ഒരു ദേവാലയമോ ഒന്നുമല്ല. പൊതുവേദിയിൽ വിജാതീയ പട്ടണത്തിൽ വിജാതീയരുടെ നടുക്കാണ്. അതായത് കർത്താവിനെ ഏറ്റുപറയാൻ ഒരു വേദിയോ ഒരു മൈക്കോ കിട്ടിയിട്ട് വേണ്ട നമുക്ക് ഈശോയെ ഏറ്റുപറയാൻ, ദൈവത്തെ ഏറ്റുപറയാൻ. നമ്മളിലുള്ള അഭിഷേകത്തിൻ്റെ തലം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിൽ നിന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവിനെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലാണോ ആ ജീവിത സാഹചര്യത്തിൽ ഈശോയെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ മുന്നിലുള്ള വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ, ആ കണ്ണുനീര് നിൻ്റെ അന്നത്തെ ദിവസത്തെ നിൻ്റെ പ്രാർത്ഥനയാണ്, ആ കണ്ണുനീര് ഒപ്പുന്ന പ്രവൃത്തിയാണ് അന്ന് ദൈവം നിന്നിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രാർത്ഥന. നിങ്ങളിൽ ഫലമുണ്ടോ, എറിയുന്ന കല്ലുകളുടെ എണ്ണം കൂടും. നിങ്ങളിൽ ഫലമുണ്ടോ, നിങ്ങളിൽ കൃപയുണ്ടോ, നിങ്ങൾക്കെതിരെ പുലമ്പുന്ന നാവുകളുടെ എണ്ണം കൂടും. നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വരേണ്ടതുണ്ടോ, നിങ്ങൾക്ക് വരുന്ന പ്രലോഭനങ്ങളുടെ എണ്ണം കൂടും. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ, നിങ്ങളെ എറിഞ്ഞ് താഴ്ത്തിടാനായിട്ട് ചുറ്റുമുള്ളവർ നിങ്ങൾക്കെതിരെ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം വരുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കണം. കാരണം സ്വർഗത്തിൽ നിൻ്റെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. വിട്ടുമാറാത്ത സഹനങ്ങൾ നിന്നെ പിന്തുടരുന്നുണ്ടോ? എന്ത് ചെയ്തിട്ടും വിജയിക്കാത്ത അവസ്ഥയും എന്ത് ചെയ്തിട്ടും സൗഖ്യം കിട്ടാത്ത അവസ്ഥയും നിൻ്റെ മേലുണ്ടോ? നീ ആനന്ദിച്ചാഹ്ലാദിക്കണം. സ്വർഗത്തിന് വേണ്ടി നീ നിത്യകാലത്തേക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സഹനമാണ് എങ്കിൽ നീ ആനന്ദിച്ചാഹ്ലാദിക്കണം. നിൻ്റെ ആത്മാവിനെ കർത്താവിന് നേരിട്ട് അവിടെ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ, ഭൂമിയിൽ നിനക്ക് സഹനങ്ങൾ ഒന്നൊഴിയാതെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കണം. ദൈവം കൽപ്പിച്ചതല്ലാത്തത് എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ വന്നിട്ട് നീ അതിനെ എതിരിട്ട് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നിനക്കൊരു ബോണസുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് തന്ന കൃപകളെ നിങ്ങൾ അതിൻ്റെ എല്ലാ അവസ്ഥകളിലും നിങ്ങൾ എടുത്തുപയോഗിക്കണേ. കർത്താവ് തന്ന കൃപകളെ നിങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ട താലന്ത് പോലെ നിങ്ങളതിന് മുളച്ചു വരും എന്ന് പറഞ്ഞ് നിൽക്കരുത്. കർത്താവ് തന്ന കൃപകളെ നീ തന്നെ പോളിഷ് ചെയ്യണം. നീ ഓരോ കൃപകളിൽ അതുപയോഗിച്ച് അതിലൂടെ ഇത്ര ആത്മാക്കളെ നീ നേടിക്കഴിയുമ്പോഴാണ് അടുത്ത കൃപ നിനക്ക് നൽകപ്പെടുകയുള്ളൂ. കുടുംബജീവിതത്തിൽ ദൈവം ആദ്യം 2 പേരെ മാത്രം ഒന്നിപ്പിച്ചു. ഈ 2 പേരൊന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെയും, ആ കുഞ്ഞുങ്ങളെ അവർ പരിചരിക്കുന്നതനുസരിച്ച് ദൈവം അവർക്ക് സമ്പത്തും, ആ സമ്പത്ത് അവർ പരിപാലിക്കുന്നതനുസരിച്ച് ദൈവം അവർക്ക് ഭവനവും സ്വത്തും വിഹിതങ്ങളും നീക്കിയിരിപ്പും നൽകും. അതല്ലാത്തിടത്താണ് അതൊന്നും കിട്ടാത്തത്. ദൈവം തന്നതിനെ നശിപ്പിച്ചിട്ടുണ്ടോ? ഉള്ളതുപോലും കർത്താവ് നിന്നിൽ നിന്ന് എടുത്തു മാറ്റും. ദൈവം തന്ന ആരോഗ്യത്തെ നശിപ്പിച്ചിട്ടുണ്ടോ? ആ ആരോഗ്യം നിലനിർത്താൻ ദൈവം തന്ന സമ്പത്തിനെ കർത്താവ് പിൻവലിക്കും. മദ്യത്തിലും മയക്കുമരുന്നിലും ഡ്രഗ്സിലും ഒക്കെ ആയിട്ട് നിൻ്റെ ശരീരത്തെ നീ നശിപ്പിച്ചിട്ടുണ്ടോ? നിൻ്റെ ശരീരത്തിന് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തന്ന ജോലിയും വരുമാന മേഖലകളെയും സമ്പത്തെയും കർത്താവ് പിൻവലിക്കും. ഹല്ലേലൂയ! ദൈവം പിൻവലിക്കും. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കം ചെയ്യരുതേ എന്ന് പറയാൻ കാരണം, അവൻ ബേത്ശബായെ പ്രാപിച്ചപ്പോൾ നാഥാൻ പ്രവാചകൻ അവനോട് മുന്നിൽ പാടിയ ഗീതമാണ്. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ മുന്നിൽ വന്നപ്പോൾ അവൻ പാടിയ അനുതാപ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അതിൽ ഞാൻ ചെയ്ത പാപം മൂലം എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ദൈവമേ എന്നിൽ നിന്ന് നീ തിരിച്ച് വിളിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിൻ്റെ നെഞ്ച് എത്രത്തോളം പൊട്ടിയാണ് ആ സങ്കീർത്തനം ആലപിച്ചതെന്നൊന്ന് ഓർത്തു നോക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെയാണ് നിങ്ങൾക്ക് ദൈവം തന്നതിനെ ഏതെങ്കിലും നിങ്ങൾ വഴിമാറ്റി ചെലവഴിക്കുകയോ ധൂർത്തടിക്കുകയോ
ദുരുപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ബാക്കിയുള്ളതെല്ലാം കർത്താവ് ഓരോന്നോരോന്നായിട്ട് പിൻവലിക്കും. ബാക്കിയുള്ളതെല്ലാം ദൈവം ഓരോന്നോരോന്നായിട്ട് പിൻവലിക്കും. നിങ്ങളുടെ ഓരോ ചെലവ് നിങ്ങൾ എഴുതി വെച്ച് ചിലവാക്കണം. കർത്താവ് തന്നതാണ്, വെറുതെ കിട്ടിയതല്ല. നിങ്ങളുടെ ഓരോ രൂപ നിങ്ങൾ ചിലവാക്കുമ്പോൾ അത് നിങ്ങൾ എഴുതി വെച്ച് ചിലവാക്കണം. കർത്താവ് തന്നതാണ്. നിങ്ങൾ ഓരോ രൂപ കിട്ടുമ്പോഴും നിങ്ങളതിനെ എഴുതി വെക്കണം. ദൈവം തന്നതാണ്, നന്ദി പറയണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾക്കുള്ള ഓരോ നഷ്ടങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. എല്ലാ ദിവസവും ഞങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും അന്നത്തേത് കംപ്ലീറ്റ് എഴുതി ക്ലോസ് ചെയ്തിട്ടേ കിടക്കുള്ളൂ, അല്ലാതെ കിടക്കില്ല. എത്ര തിരക്കാണെങ്കിലും അതാത് ദിവസത്തേത് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യുമ്പോൾ നാളെ നമുക്ക് പറയാം, നാളെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇന്നലത്തെ അവസ്ഥ വെച്ചിട്ട് ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. അങ്ങനെ വരുമ്പോൾ ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് തിരിച്ചു കിട്ടത്തില്ല. നമ്മൾ പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇന്നലത്തെ നഷ്ടങ്ങളുടെ കണക്കൊന്ന് എടുത്തു വെക്കുന്നത് നല്ലതാണ്. ദൈവം തന്നത് എവിടെയെങ്കിലും നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടോ? പലതും നമ്മളിൽ നിന്ന് പിൻവലിക്കപ്പെടും. പല വരുമാന മേഖലകളും അടഞ്ഞു കിടക്കാൻ കാരണം അതാണ്. കടബാധ്യത പെരുകാൻ കാരണം അതാണ്. കടബാധ്യതയിലേക്ക് പ്രവേശിക്കാൻ കാരണം ദൈവം തന്നതിനെ ദൂർത്തടിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൂർത്തപുത്രൻ പിതാവിൻ്റെ വിഹിതം വാങ്ങിപ്പോയി ധൂർത്തടിച്ചപ്പോൾ വചനം പഠിപ്പിക്കുന്നു, അവന് പന്നിക്കൂട്ടത്തിൽ കിടക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ദൈവം കൊടുത്തതിനെ സൂക്ഷിച്ചില്ല. ദൈവം തന്നതിനെ സൂക്ഷിക്കാൻ കർത്താവ് നിനക്കതിനുള്ള ജ്ഞാനവും വിവേകവും വിവരവും തന്നിട്ടുണ്ട്. സൂക്ഷിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. കൃപയാണെങ്കിലും സമ്പത്താണെങ്കിലും വ്യക്തിബന്ധങ്ങളാണെങ്കിലും ദാമ്പത്യ ബന്ധങ്ങളാണെങ്കിലും സൂക്ഷിച്ചാലേ അടുത്തത് കിട്ടുള്ളൂ. എൻ്റെ പെണ്ണുമ്പിള്ളയുടെ കിടപ്പുണ്ട്, എൻ്റെ കെട്ടിയോനോടെ കിടക്കണം, അതല്ല. സൂക്ഷിക്കണം, അതിനെ സൂക്ഷിക്കണം. മക്കളെ സൂക്ഷിക്കണം. അതിനെ സൂക്ഷിച്ചാലാണ് അതിനെ പോറ്റാനുള്ള വിഹിതമാകുന്ന സമ്പത്ത് അടുത്ത ഇത്ര നാളത്തേക്കുള്ളത് കർത്താവ് തരുള്ളൂ. അതിനെ സൂക്ഷിക്കാൻ നീ മറന്നു പോകുന്നിടത്താണ് മറ്റു പലതും പിൻവലിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരു നഷ്ടവും നമുക്ക് വരില്ല. നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടൊരിക്കലും നിങ്ങളുടെ ഏതെങ്കിലും ജോലി നഷ്ടപ്പെടുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. പാപങ്ങൾക്ക് നിങ്ങൾ അനുതാപിച്ച് നിങ്ങൾ കുമ്പസാരത്തിലേറ്റു പറയുന്നുണ്ട്, സൂക്ഷിക്കുന്നില്ല. ദൈവം തന്നതിനെ സൂക്ഷിക്കാൻ പറ്റണം. ദുരുപയോഗിക്കരുത്. ഒരിക്കലും നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ അർഹതയില്ലെങ്കിൽ 10 പൈസ കൊടുക്കരുത്. അർഹതയുണ്ടെങ്കിലേ ഒരാൾക്ക് നിങ്ങൾ ദാനം കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം പോകും. കയ്യിലുള്ളത് മുഴുവൻ വറ്റിപ്പോവും. ആരോഗ്യം വരെ വറ്റിപ്പോവും. അർഹതയില്ലാത്തവരുടെ കരങ്ങളിലേക്ക് നിൻ്റെ സമ്പത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആരോഗ്യം വരെ സതം കൊണ്ടുപോകും, പിഴിഞ്ഞൂറ്റി കൊണ്ടുപോകും. എൻ്റെ കയ്യിൽ കുറേ കാശുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എല്ലാവരും സഹായിക്കാൻ നിൽക്കല്ലേ. ആവശ്യക്കാരൊത്തിരിയുണ്ട് നിൻ്റെ എതിർവശത്ത്. എല്ലാവരെയും സഹായിക്കുന്നതിനേക്കാൾ ഉപരി നിനക്ക് കിട്ടിയതിനെ നീ സൂക്ഷിക്കാൻ പഠിക്കണം. നീ കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നവരും പാപത്തിൽ നിന്ന് പിന്മാറിയവരാണെങ്കിലേ 5 രൂപയെങ്കിലും നീ കൊടുക്കാൻ പാടുള്ളൂ. നീ കൊടുക്കുന്ന വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്നെ പ്രാർത്ഥിപ്പിച്ച വ്യക്തിയാണെങ്കിൽ നിനക്ക് കൊടുക്കാം. നീ കൊടുക്കുന്ന വ്യക്തി ഒരു ദിവസം ഒരു പെഗ്ഗെടുക്കുന്ന വ്യക്തിയാണ് നീ സഹായിക്കുന്നതെങ്കിൽ ആ മദ്യത്തിൻ്റെ അരൂപിയായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിൻ്റെ കുടുംബത്തിൽ ചാർജ് എടുക്കുന്നത്. നീ സഹായിച്ച വ്യക്തി വ്യഭിചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വ്യഭിചാര ദുർബോധം പിറ്റേ ദിവസം മുതൽ നിൻ്റെ കുടുംബത്തിൽ ചാർജ് ചെയ്ത് നിൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് ആ പാപം ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. നീ സഹായിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ പിറ്റേ ദിവസം കൊണ്ട് പ്രാർത്ഥനാ ചൈതന്യം വർദ്ധിച്ചിട്ടും ഉണ്ടാകും. നമ്മൾ കൊടുക്കുന്ന ദശാംശമാണ്, 10-1. 10 കൽപ്പനകളാണ്, അതിലൊന്നാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ 10-1 കൊടുക്കുമ്പോൾ ഈ 10-1 പറയുന്ന ഒരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് 10 രൂപയുണ്ടെങ്കിൽ 1 രൂപ കൊടുക്കുന്നതല്ല ദശാംശം. എനിക്ക് 10 ഉണ്ടെങ്കിൽ ആ 10 കൊടുക്കുന്നത് തന്നെയാണ് ദശാംശം. 50,000 കിട്ടി 50,000 കൊടുക്കണമെന്നല്ല അതിനർത്ഥം.
50,000 കിട്ടി, അതിൽ നിന്ന് ഞാൻ കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അതിനെ 50,000-ൻ്റെ അഭിഷേകമായിട്ട് തിരിച്ചു തരാൻ പറ്റുന്നവർക്കേ നീ സഹായിക്കാൻ പാടുള്ളൂ. വിധവകളെ സഹായിക്കണം, അനാഥ മക്കളെ സഹായിക്കണം, തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്ത് കൊടുക്കണം, സമ്പത്തായിട്ട് തിരിച്ച് തരില്ല എന്ന് ഉറപ്പുള്ളിടത്ത് കൊടുക്കണം. വൃദ്ധരെ നിങ്ങൾ സഹായിക്കണം. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ജോലിയില്ല, 10 പൈസ കൊടുക്കരുത്. അവൻ്റെ ആരോഗ്യമാണ് അവൻ്റെ സമ്പത്ത്. അവൻ പണിയെടുത്ത് തിന്നോളും. നല്ല ആരോഗ്യമുണ്ട്, അലസതയിൽ ജോലി നഷ്ടപ്പെടുത്തി, ജോലിയില്ല, കടം കയറി മൂക്കറ്റം മുങ്ങി നിൽക്കുക, 10 പൈസ കൊടുക്കരുത്. നീ ദുരിതത്തിലകപ്പെടും. അവൻ്റെ ആരോഗ്യമുണ്ടോ, അവൻ ജോലി ചെയ്ത് അവൻ്റെ അന്നെന്നുള്ളത് കണ്ടെത്തണം. അവനെ നീ സഹായിക്കരുത്. സഹായം കൊടുക്കുന്ന കരങ്ങളനുസരിച്ചാണ് നീ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹായം നീ ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. സഹായം സ്വീകരിക്കുന്ന വ്യക്തി ഏതാണെന്ന് നോക്കിയാണ് സഹായം കൊടുക്കുന്ന വ്യക്തിയെ തമ്പുരാൻ അനുഗ്രഹിക്കുകയുള്ളൂ. നമ്മൾക്ക് സമ്പത്ത് നേടാൻ ഏറ്റവും നല്ല വഴിയാണ് ദശാംശം, സമ്പത്ത് നേടാൻ. പക്ഷെ അത് വിവേകത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ. വിവേകത്തോടെ ചെയ്യണം. നിങ്ങൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ കടബാധ്യത മാറ്റാൻ സമ്പത്താണ് ഏറ്റവും ബെസ്റ്റ്. കടബാധ്യത മാറ്റാൻ സമ്പത്താണ് ഏറ്റവും ബെസ്റ്റ്. ഉള്ള സമ്പത്ത്, ദരിദ്രയുടെ ചില്ലിക്കാശ് അതിന് ഉദാഹരണമാണ്. വിളമ്പാൻ പറ്റണം. നല്ല പാത്രം നോക്കി വിളമ്പാൻ പഠിക്കണം. വിളമ്പുന്ന പാത്രത്തിൽ മാലിന്യമുണ്ടെങ്കിൽ വിളമ്പി കൊടുക്കരുത്. ഒരു മണി അരി പോലും വിളമ്പി കൊടുക്കരുത്. വിളമ്പുന്ന പാത്രം തേച്ച് മിനുക്കി അല്ല ഭംഗിയാക്കി കൊണ്ടു നിൻ്റെ മുന്നിൽ വെച്ചാലേ വിളമ്പി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്നും വിളമ്പി കൊടുക്കരുത്. വിളമ്പുന്ന പാത്രത്തിൽ മാലിന്യമുണ്ടെങ്കിൽ ആ മാലിന്യത്തോട് ചേർത്ത് നിൻ്റെ വിഭവങ്ങൾ വിളമ്പരുത്. നിൻ്റെ വിഭവങ്ങൾ മലിനമാക്കാൻ അവർ ഇടവരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലുള്ള ദൈവം തന്നിരിക്കുന്ന വിഭവങ്ങളെ മലിനമാക്കാൻ അത് ഇടവരുത്തും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കണമോ? വിവേകം കാണിക്കണേ. ബുദ്ധിയല്ല, വിവേകം കാണിക്കണം. സർപ്പങ്ങളുടെ വിവേകം, ഒഴിഞ്ഞു മാറാനുള്ള വിവേകം. ഒരു പാമ്പ് ചെറുതാണെങ്കിൽ അതിനെ നിങ്ങൾ ഉഗ്രവിഷമുള്ള ഇനത്തിൽപ്പെട്ട ഒരു പാമ്പ്, ചെറിയൊരു പാമ്പാണെങ്കിൽ അതിനെ സൂക്ഷിക്കണം. അതിൻ്റെ തന്നെ മുന്തിയ ഇനം പാമ്പ്, അതിൻ്റെ തന്നെ വലിയ മൂർഖനാണെങ്കിൽ അതിനെ നിങ്ങൾ അത്രയും ഭയക്കേണ്ട. ഈ ചെറിയ പാമ്പ് നമ്മളതിനെ എതിരിടാൻ ചെല്ലുമ്പോൾ അത് നമ്മളെ കൊത്തുകയാണെങ്കിൽ അതതിൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ വിഷത്തെയും പുറന്തള്ളും. കാരണം അതിന് പക്വതയില്ല. അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുഴുവൻ വിഷത്തെയും അത് പുറന്തള്ളും. അത് നിനക്ക് അപകടം. പക്ഷേ ഇത് തന്നെ ഒരു മൂർഖനാ ചെയ്യുന്നതെങ്കിൽ അതിനെ കൊത്തിയാൽ അതിൽ നിന്ന് നിന്നിലേക്ക് വരുന്ന വിഷത്തിനൊരു ക്വാണ്ടിറ്റിക്കപ്പുറത്തേക്ക് അത് വിഷം പുറന്തള്ളില്ല. കാരണം അതിനറിയാം ഇതിനിത്രയും മതിയെന്ന്. അതുകൊണ്ട് നമ്മൾ മുന്നിൽ കാണുന്ന വ്യക്തിയിലുള്ള അവസ്ഥ കണ്ടിട്ടല്ല അവരെ സഹായിക്കേണ്ടത്. നമ്മൾ മുന്നിൽ കാണുന്ന വ്യക്തിയുടെ പല അവസ്ഥകളും, അവർ ചിലപ്പോൾ നാളെ മരിക്കുമായിരിക്കും, അത് നിൻ്റെ വിഷയമല്ല. നീ അവന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാനേ പാടുള്ളൂ. കൊടുക്കുന്നതെല്ലാം സൂക്ഷിച്ച് കൊടുക്കണം പ്രിയപ്പെട്ടവർ. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. നിങ്ങൾക്കിത് നിങ്ങളെവിടെന്നെങ്കിലും പറിച്ചെടുത്തതൊന്നുമല്ല. നിങ്ങൾക്ക് ദൈവം തന്നാണ് നിങ്ങൾക്കുള്ള സമ്പത്ത്. സൂക്ഷിക്കണം. സൂക്ഷിക്കാതെ നിങ്ങൾ കൊടുക്കരുത്. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ, വിധവകൾക്ക് കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വിധവകൾക്ക് ഒരു 65 മുകളിൽ പ്രായമുള്ള വിധവകൾക്ക് നിങ്ങൾ സഹായിക്കുക. എന്തൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയോ? അത് എന്തൊരു അനുഗ്രഹമാണെന്നറിയോ? തിരിച്ച് പറയണം, പ്രാർത്ഥിക്കണമെന്ന് പറയണം, വെറുതെ പോരരുത്. ആ വിധവകളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയെന്ന് പറഞ്ഞിട്ട് പോരണം. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് കൃപയിൽ നിൽക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം, അത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടേ പോരാൻ പാടുള്ളൂ. ശുദ്ധീകരണ സ്ഥലത്ത് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആരും പേരുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് ആരും പേരുമില്ലാത്തവരുണ്ട്. ആരാണ്, എങ്ങനെയാണ്, എപ്പോൾ മരിച്ച് പ്രാർത്ഥിക്കാൻ ആരുമില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യും, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ അത് നിങ്ങളുടെ കടമയാണ്. അതിന് പ്രതിഫലമല്ല, അത് നിങ്ങളുടെ കടമ നിറവേറ്റിയതിൻ്റെ അനുഗ്രഹം കിട്ടും.
പക്ഷേ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഒരു കുർബാന കൊണ്ട് ആ ആത്മാവ് അവിടെ നിന്ന് കയറിപ്പോകുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അനേകർക്ക് വേണ്ടി നിങ്ങൾ ബലിക്ക് പൈസ കൊടുക്കണം. വൃദ്ധസദനങ്ങളിൽ നിങ്ങൾ മെഡിസിനായി വസ്ത്രമായിട്ട് നിങ്ങൾ കൊടുക്കണം. വൃദ്ധസദനങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള വസ്ത്രം, മെഡിസിനൊക്കെ നിങ്ങൾ കൊടുക്കുന്നിടത്ത് ദൈവം നിങ്ങളെ പുതപ്പിക്കും. അവൻ്റെ കൃപ കൊണ്ട് പുതപ്പിക്കും. ബുദ്ധിമാന്ദ്യം, ഓട്ടിസം ബാധിച്ചിരിക്കുന്ന കുട്ടികളായിരിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കണം. അവരെ സന്ദർശിച്ച് അവർക്ക് നിങ്ങൾ ചോക്ലേറ്റ്സും മിഠായികൾ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഈ ധ്യാനം കൂടുന്നതിനേക്കാൾ ഇരട്ടി അഭിഷേകം അവിടെ നിന്ന് കിട്ടും. ഇവിടെ വന്നിട്ട് ഈ നിയോഗമല്ലേ പറയുന്നുള്ളല്ലോ, അത് വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ല. ഇനി ഇവിടെ വരണം കണക്കാണ്. ഇവിടെ വന്നിട്ട് കൃപ ചോദിക്കുന്നതെങ്കിൽ ധ്യാനം കൂടുന്നത് നല്ലതാണ്. ഇവിടെ വന്നിട്ട് ഇൻറ്റൻഷൻ പറയണമെന്നല്ല ഇവിടെ വരാതിരിക്കുന്നത്. ക്യാൻസർ വാർഡുകൾ സന്ദർശിക്കണം. ക്യാൻസർ വാർഡുകളിൽ നിങ്ങൾ പോകണം. ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി രോഗികളെ സന്ദർശിക്കണം. പല രോഗികൾ കിടപ്പുണ്ടാവും. ക്യാൻസർ വാർഡുകൾ തന്നെ സന്ദർശിക്കണം. അവരെടുക്കുന്ന പീഡ കാണും. എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോകണം. എയ്ഡ്സ് രോഗികളെ സന്ദർശിക്കുമ്പോൾ അവരനുഭവിക്കുന്ന പീഡകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എയ്ഡ്സ് രോഗികളെ കാണണം. പുഴുവരിച്ച് കിടക്കുന്ന രോഗികളുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ വ്യഭിചാരത്തിൻ്റെ കെട്ടൊക്കെ നമ്മളിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് നടക്കുന്നു പോയി കാണുന്നതല്ലതാണ്. വ്യഭിചാരത്തിൻ്റെ അരൂപി നിങ്ങൾക്കുണ്ടോ? സെക്ഷൽ തോട്ട്സും സെക്ഷൽ ഡിസയേഴ്സും നിങ്ങൾക്കുണ്ടോ? എയ്ഡ്സ് രോഗികൾ ആയിരിക്കുന്ന സ്ഥലങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇടക്കൊന്നുകൊണ്ട് കാണിക്കുന്നത് നല്ലതാണ്. അവരെ നിങ്ങൾ ധ്യാനത്തിനൊന്നും വിളിച്ചാലും വരില്ല. ആ മക്കളെയും കൊണ്ട് നിങ്ങൾ ക്യാൻസർ വാർഡുകൾ, പെയിൻഫുള്ളായിട്ടുള്ള പേഷ്യൻസ് കിടക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകൾ, അവിടെയെല്ലാം നിങ്ങൾ മക്കളെയും കൊണ്ട് പോകണം. ഇടയ്ക്ക് പോകണം. അവരെ പാർക്കിലും ബീച്ചിലും അല്ല കൊണ്ടുപോകേണ്ടത്. അവിടെ കൊണ്ടുപോയി അവരനുഭവിക്കുന്ന പീഡകളും നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ മക്കൾ പാപം ചെയ്യത്തില്ല. പാപം ചെയ്യാനൊരുങ്ങുമ്പോൾ അവർക്ക് ഈ ചിന്ത വരും. എയ്ഡ്സ് രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് രോഗികളെ നിങ്ങൾ കാണണം. അവരുടെ ലൈംഗിക അവയവങ്ങളിങ്ങനെ പുഴുവരിച്ച് കിടക്കുന്ന എയ്ഡ്സ് രോഗികളെ കാണണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതൊന്നും. അവരെ കാണുന്നതാണ്. അങ്ങനെ കാണുന്നത് ഇവിടെ കേരളം വിട്ട് പോയാൽ അതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കണ്ട് നമ്മുടെ കണ്ണുകളെ ലോക്ക് ചെയ്തിടണം. ആസക്തികളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ ലോക്ക് ചെയ്യാനത് ഉപകരിക്കും. ആർത്തിയിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ ലോക്ക് ചെയ്യാനത് ഉപകരിക്കും. വേദന കൊണ്ട് പൊളയുന്നവരെ നമ്മൾ കാണുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു പോയിന്റിലുള്ള വേദന തനിയെ മാറിക്കോളും. അതൊരു വേദനയായിട്ട് നമുക്ക് തോന്നില്ല. ഒരു വശം നമ്മളെ ഇല്ലാതായി പോയാലും കുഴപ്പമില്ലെന്ന് പറയാൻ നമുക്ക് പറ്റും. അതല്ലെങ്കിൽ എന്താണെന്നറിയോ? അനങ്ങുന്നതെല്ലാം ദൈവത്തെ നോപിച്ചെന്ന് പറയും. നമുക്കങ്ങനെ പറയാൻ തോന്നില്ല. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള രോഗികളെ നിങ്ങൾ പോയി കാണണം. പോകുമ്പോൾ നിങ്ങൾ പ്രൊട്ടക്ഷൻ പ്രെയർ ചെയ്ത് പോകണം. അതും കൂടി പറയാം. ഹോളി വാട്ടർ കൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് നിങ്ങൾ സംരക്ഷണ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടല്ലാതെ പോകരുത്. ഹല്ലേലൂയ. എല്ലാ രോഗികളുടെയും രോഗകാരണം രോഗാണുക്കളല്ല. അതിലൊരു 80% കാരണം പൈശാചികമാണ്. അപ്പോൾ അവരിലുള്ള വിഹിതത്തെ കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വേലി തീർത്തിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വേലി തീർത്തിട്ടല്ലാതെ നിങ്ങൾ പോകരുത്. ആമേൻ, ഹല്ലേലൂയ. എഴുന്നേറ്റ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം അവസാനിച്ചു. ഇനി നമ്മൾ നിങ്ങൾ ഭക്ഷണം കഴിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിച്ച് ആരാധനയും കൈവപ്പ് ശുശ്രൂഷയും പെട്ടെന്ന് വിട്ടേക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി നിങ്ങളാരും പ്രാർത്ഥിക്കില്ല, എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശുശ്രൂഷകൾ നിങ്ങൾ ഓർത്താൽ മതി. ശുശ്രൂഷകൾ ഓർക്കുക. അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ കയ്യിലെ മൂർച്ചയേറിയ ആയുധങ്ങളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.